वंशी विभूषितकरात् नवनीरलाभात् पीताम्बरात् अरुणबिम्बफलाधरोष्टात् पूर्णेन्दुसुन्दरमुखात् अरविन्दनेत्रात् कृष्णात् परं किमपि तत्त्वमहं न जाने। कृष्णात् परं किमपि तत्त्वमहं न जाने। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। कृष्णं वन्दे जगद्गुरुं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। श्रीकृष्णाय वयं नमः। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमात्रं तत्त्वातीतं विगतसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ചെറുതെഴുതാനുണ്ട് ഇവിടെ മൂന്ന്. ഒന്ന് ജഹദ് ലക്ഷണ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്രം മനസ്സിലാക്കുന്നതിന്, ശാസ്ത്രാർത്ഥം മനസ്സിലാക്കുന്നതിന് നമുക്ക് ചില വിധികളുണ്ട്. ഇപ്പം ജഹദ് ലക്ഷണം, ജഹദ് ലക്ഷണം. അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പദാർത്ഥം, വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം, അനുഭവാർത്ഥം, ഇങ്ങനെ 4 തലങ്ങളാണ് പോകാൻ. പദാർത്ഥം അതെഴുതിക്കോട്ടെ. പദാർത്ഥം പദങ്ങൾ കൂടിയതാണ് വാക്ക്, അതിന് വാച്യാർത്ഥം. അപ്പോൾ വാച്യാർത്ഥം പ്രഥമ ദൃഷ്ടിയൊരർത്ഥം, അതാണ് വാച്യാർത്ഥം. പിന്നെ അതിനൊരു ലക്ഷ്യാർത്ഥം, ലക്ഷ്യീകരിക്കുന്നത്. പിന്നെ അനുഭവം. ഇത്തരം അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പം അതിന് ഈ ലക്ഷണങ്ങളെ ഉപയോഗിക്കും. അത് പദത്തിൻ്റെ വാചകത്തിൻ്റെയും അർത്ഥം അറിയുന്നതിന് ചില ലക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനാണ് ജഹദ് ലക്ഷണ, അജഹദ് ലക്ഷണ, ജഹാജഹദ് ലക്ഷണ, വിഭാഗത്തെ ലക്ഷണം. ഇത് കാണപ്പാടം പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് വേണ്ടെടുത്തൊക്കെ ഉപയോഗിക്കാം. ജഹദ് ലക്ഷണ, അജഹദ് ലക്ഷണ, ജഹാജഹദ് ലക്ഷണം. മറ്റു നമുക്കറിയേണ്ടത്, ശാസ്ത്രത്തെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പല സമ്പ്രദായങ്ങളുണ്ട്. എന്തൊക്കെയാണ് സമ്പ്രദായം? ഭേദം, അഭേദം ആൻഡ് ഘടകം. ഭേദശ്രുതി, അഭേദശ്രുതി, ഘടകശ്രുതി. ഇതിനെല്ലാത്തിനും നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് വാചകങ്ങൾ ഉദ്ധരിക്കാൻ പറ്റും. അപ്പോൾ തത്വമസി എന്നുള്ള ഈ മഹാവാക്യം മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ മാസ്റ്റർ കീസാണ്, ഒരു താക്കോലാണ് അതിന് മനസ്സിലാക്കുന്നത്. തത്വമസി. അപ്പോൾ ഇതിൻ്റെ വിശ്ലേഷണത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ ഈ വിധികളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ വിഷയം തത് ത്വമസി എന്നാണല്ലോ. അപ്പം തത് ത്വമസിയെ മനസ്സിലാക്കുന്നതിനായിട്ട് അത് ഒരു ഉപദേശമാണ്. തത് ത്വമസി എന്നുള്ള ഉപദേശം നമ്മൾ ഉപദേശിക്കുകയാണ്.
അത് നിങ്ങളാകുന്നു, അത് നീയാകുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പം അതിൻ്റെ ഗഹനാർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ പദത്തിൻ്റെ അർത്ഥം അറിയണം, വാചകാർത്ഥവും അറിയണം. പദം 3 പദങ്ങളാണ് ഇവിടെ. തത്, ത്വം, അസി. അപ്പം തത്തിൻ്റെയും ത്വമ്മിൻ്റെയും അർത്ഥം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഇനി അസിയുടെ അത് അതോടൊപ്പം തന്നെ നമ്മൾ 4 തത്വങ്ങളുണ്ട്. എന്തൊക്കെയാണ് 4 തത്വങ്ങൾ? നിർഗുണ ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, പിന്നെ ജഗത്. ബ്രഹ്മത്തെക്കുറിച്ച് നമുക്കറിയില്ല, അതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അത് ശാസ്ത്രം പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. ശാസ്ത്രത്തെ ഒരു പ്രമാണമാക്കി നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് ബ്രഹ്മമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാതെ കണ്ണു തുറന്ന് നോക്കിയതോ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റും. കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു തത്വമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ശാസ്ത്രമാണ് അതിൻ്റെ പ്രമാണം. തസ്മാത് ശാസ്ത്രം പ്രമാണങ്ങളെ കാര്യകാര്യ. ശാസ്ത്രത്തെ പ്രമാണമാക്കണം. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമാജായത ഇതി പ്രമാണം. ബ്രഹ്മസംബന്ധിയായ അറിവ് നമുക്ക് നേടണമെങ്കിൽ ശാസ്ത്രം പഠിക്കണം. അല്ലെങ്കിൽ ബ്രഹ്മമുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്താലും മനസ്സിലാവും. രണ്ടുപേർക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാം, ഉണ്ടോ ഇല്ല, ഉണ്ടോ ഇല്ല. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അറിയണമെങ്കിൽ ശാസ്ത്രം പ്രമാണം. അപ്പം നമുക്ക് പ്രത്യക്ഷ ശാസ്ത്രമുണ്ട്. പ്രത്യക്ഷം കണ്ടുകൊണ്ടും ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന വസ്തുക്കളുണ്ട്. പിന്നെ യുക്തി ഉപയോഗിച്ച് അറിയേണ്ട ചില വസ്തുക്കളുണ്ട്. അനുമാനം ഉപയോഗിച്ച്. പക്ഷേ ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് തസ്മാ ശാസ്ത്രം പ്രമാണത്തെ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രമാണം? പല കാര്യങ്ങൾക്കും ശാസ്ത്രം പ്രമാണമാണ്. നന്മയും തിന്മയും അറിയുന്നതിന്, ധർമാധർമ്മത്തെക്കുറിച്ച് അറിയുന്നതിന് ശാസ്ത്രമാണ് പ്രമാണം. നമ്മൾ ഒരാളിരുന്ന് ആലോചിച്ചുകൊണ്ട് മനസ്സിലാക്കും. നമ്മൾ ഒരാളിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യങ്ങളനുസരിച്ച് നന്മ തിന്മകളെക്കുറിച്ച് പറയും. എനിക്ക് ചോദിച്ചതെല്ലാം നല്ലത്, മറ്റുള്ളവർക്ക് ചോദിച്ചു തിന്മ എന്ന് പറയും. അപ്പോൾ ഇതൊരു കളക്റ്റീവ് വിസ്ഡമാണ്. ശാസ്ത്രം നമ്മുടെ കഴിഞ്ഞ 6, 7, 8, 1000 വർഷങ്ങളിൽ നമ്മുടെ അനുഭവങ്ങളുടെ സമഗ്രമായ വാങ്മയമാണ് ശാസ്ത്രം. നമ്മുടെ മുത്തശ്ശി പറയുന്നത് ശാസ്ത്രം. അപ്പം നന്മതിന്മകൾ അറിയുന്നതിന് ഒരു 10 വയസ്സായുള്ള കുട്ടി ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് പറഞ്ഞ ശരി മുത്തശ്ശിയോട് ചോദിക്കും, അതിന് മുതുമുത്തശ്ശിയോട് ചോദിക്കും, അച്ഛനമ്മമാരോട് ചോദിക്കും, ഗുരുവിനോട് ചോദിക്കും. മഹാത്മനോയേന ഗതാസബന്ധ, മഹാത്മാക്കളോട് ചോദിക്കും. അവർക്കെന്താണ്? അലൂക്ഷാ ധർമ്മകാമാസി. അവർക്ക് അസൂയൊന്നുമില്ല, അസൂയമില്ല, ദേഷ്യമില്ല. അപ്പം അസൂയയും ദേഷ്യവും വിവേചന ബുദ്ധിയും, വിവേചനം മറ്റാളെ തന്നിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന ബുദ്ധിയും ഇല്ലാത്ത മഹാത്മാക്കളോട് ചോദിച്ചാലേ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന്. അപ്പോൾ ധർമ്മമെന്ത്, അധർമ്മമെന്ത്, കാര്യമെന്ത്, അകാര്യമെന്ത്, നന്മയെന്ത്, തിന്മയെന്ത്, പിന്നെ സ്വർഗം നരകം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതുണ്ടോ ഇല്ലെന്ന് നമ്മൾ ഈ ലോകം മുഴുവൻ നിശ്ചയം കണ്ടെത്താൻ സാധ്യമല്ല. കാരണം ഈ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചു, ബഹിരാകാശത്തേക്ക് അയച്ചു, അവിടെയൊന്നും സ്വർഗവും നരകവും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം എന്താണ് സ്വർഗം, എന്താണ് നരകം എന്ന് അറിയണമെങ്കിൽ അതിന് ശാസ്ത്രം തരണം. പിന്നെ മോക്ഷം, എന്താണ് മോക്ഷം, അതറിയുന്നതിനും ശാസ്ത്രം വേണം. അപ്പം ശാസ്ത്രത്തെ നാം പ്രമാണമായി സ്വീകരിക്കും. വെറും ഇന്ദ്രിയങ്ങളെയോ അല്ലെങ്കിൽ ലോജിക്കിനെയോ, ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഈ അനുമാനമാണ്, അനുമാനത്തെയോ ഇന്ദ്രിയ പ്രത്യക്ഷമോ അനുമാന പ്രത്യക്ഷമോ ഒന്നല്ല ശാസ്ത്രം പറയുന്നത്. തസ്മാ ശാസ്ത്രം. അപ്പം ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? ശാസ്ത്രം വാക്കുകളെ കൊണ്ടുണ്ടാക്കിയിട്ടില്ല, പദങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പദവും വാക്യവും ഒക്കെയല്ലേ. അപ്പം അതിനെ നമ്മൾ അറിയാനൊരു വിധി വേണം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? പർപ്പട്ട് ഓഫ് ദ ശാസ്ത്രം, ശാസ്ത്രത്തിൻ്റെ താത്പര്യം അറിയുന്നതിന് നമ്മൾ ഈ പ്രത്യേക വിധികൾ ഉപയോഗിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ജഗത് ലക്ഷണ,
അജഹത് ലക്ഷണം, ജഹാഹ ജഹത് ലക്ഷണം. അതിലൂടെ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കാം. പദാർത്ഥം നമുക്ക് ഡിക്ഷണറിയിൽ നോക്കിയാൽ മനസ്സിലാവും. ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ തത് തും അസി എന്നുള്ളതിൻ്റെ അർത്ഥം പദാർത്ഥം. പിന്നെ അതിൻ്റെ അത് പദാർത്ഥവും പിന്നെ വാക്യാർത്ഥം, അതൊക്കെ ഡിക്ഷണറിയിൽ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ലക്ഷ്യാർത്ഥം നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഈ ലക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കും. എന്തൊക്കെയാണ് ലക്ഷണ? ജഹദ് ലക്ഷണ, അജഹദ് ലക്ഷണ, ജഹാജഹദ് ലക്ഷണ. അതുപോലെ ശാസ്ത്രത്തിൻ്റെ 2-3 രീതിയിൽ ശാസ്ത്രത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന് ഭേദശ്രുതി എന്ന് പറയും. അത് ഞാനും ഈശ്വരനും വ്യത്യസ്തരാണ് എന്ന് പറയുന്ന ശ്രുതികളുണ്ട് ശാസ്ത്രത്തിൽ. ഞാനും ഈശ്വരനും വ്യത്യസ്തമാണ്. ഞാനെങ്ങനെയാണ്? കിഞ്ചിജ്ഞനാണ്, കിഞ്ചിത് ശക്തിമാനാണ്, കിഞ്ചിത് വ്യാധിയാണ്. നിങ്ങളുടെ ശക്തി കുറവാണ്, നിങ്ങളുടെ അറിവ് കുറവാണ്, നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നവരാണ് അല്ലേ? ഈശ്വരനാണെങ്കിലോ സർവജ്ഞനാണ്, സർവശക്തിമാണ്, സർവവ്യാപിയുമാണ്. ആ കസേരയിൽ ഇരിക്കുന്ന ആളല്ല ഈശ്വരൻ. അപ്പം ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നുണ്ടല്ലോ ഈശ്വരനെ, ചെറിയൊരു ബിംബത്തെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അത് ഈശ്വരനല്ലേ. അദ്ദേഹത്തെ ഒരു കസേരയിലാണ് ഇരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പീഠത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്, അത് ഈശ്വരനാണ്. അത് ഈശ്വരൻ തന്നെയെന്നാണ്. പക്ഷേ ഈ ബിംബം ഒരു പ്രതീകമാണ്. അവിടെ വെച്ചിരിക്കുന്ന ബിംബം എന്നല്ല ഞങ്ങൾ പറയുന്നത്, എന്തിനെയോ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്ന ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ശിവനായാലും ഗണേശനായാലും ഒക്കെ അതിൻ്റെ എന്താണ് അതിൻ്റെ താല്പര്യം? ശ്രീകൃഷ്ണനെക്കുറിച്ചാണ് ശ്രീകൃഷ്ണനാണ് ധ്യാനിക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ വിരാട് രൂപനായിട്ട് നിൽക്കുന്ന 11-ാമത്തെ അധ്യായത്തിൽ അങ്ങയുടെ യഥാർത്ഥ രൂപം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വളർന്ന് മുഴുവൻ വിശ്വത്തെയും വിഴുങ്ങി നിൽക്കുന്ന ഒരു, അത് കണ്ടിട്ട് അർജുനന് പരിഭ്രമമായി. അതായത് അതിന് ജന്മവും മൃത്യുവും ഒരുമിച്ച് കാണിച്ചിരിക്കുക. ജന്മമൃത്യുകളെ, സൃഷ്ടി സ്ഥിതി ലയങ്ങളെ ഒരുമിച്ച് കാണിക്കുമ്പോൾ നമുക്ക് പരിഭ്രമം. അതൊരു സീക്വൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര പരിഭ്രമമില്ല. ഒരു കുട്ടി ജനിച്ചു, കുട്ടിയുമായിട്ട് നമ്മൾ കളിച്ചു, ആനന്ദിച്ചു. ആ അവസരത്തിൽ ഈ കുട്ടി 100 വയസ്സായി എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ സാമീപ്യം അനുഭവിക്കാൻ പറ്റും അല്ലേ? കുട്ടി ജനിക്കുമ്പോൾ നല്ല സുന്ദരനായിട്ടുള്ള കുട്ടിയാണ്, അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ തന്നെ സുന്ദരിയാണ്, സുന്ദരൻ. നമുക്ക് കുട്ടിയായിട്ട് കളിക്കാം, സംസാരിക്കാം, ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, കുളിപ്പിക്കാം. വലിയ സന്തോഷമാണ്. ആ അവസരത്തിൽ നിങ്ങളടുക്ക് ഇങ്ങനൊരു ചിന്ത വന്നു. ഈ കുട്ടി വലുതായി 90 വയസ്സായി, ചുളുങ്ങി പിന്നെ അതിൽ ആനന്ദമില്ലാതെ ഒരു സുഖം തന്നത്. അപ്പം അർജുനൻ ഇത് ഒരുമിച്ച് കണ്ടു. നമ്മുടെ കുട്ടി നവജാത ശിശുവിനെ നോക്കുമ്പോൾ 100 വയസ്സായ ഒരു ആളുടെ കൂടി ചിത്രം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കമാകെ പരിഭ്രമിച്ചു പോകുന്നുണ്ട്, പിടികിട്ടുന്നില്ല. അപ്പം ആ ഒരു ദൃശ്യമാണ് അർജുനൻ 11-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരിഭ്രമമായി. പക്ഷേ ഇതെല്ലാം കൂടിയതാണ് ഈശ്വരൻ. ജന്മവും മൃത്യുവും സൃഷ്ടിയും ലയവും എല്ലാം കൂടിയ ഒരു പ്രതിഭാസമാണ് പരമേശ്വരൻ. അപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എൻ്റെ വസ്തുതയിൽ ഒതുങ്ങുന്നില്ല, എനിക്ക് അങ്ങനെയൊരു സൗമ്യരൂപം കാണിച്ചു. അപ്പോഴാണ് സൗമ്യരൂപം, ഈ ഘോരരൂപത്തിന് പകരം സൗമ്യരൂപം ഭഗവാൻ കാണിച്ചു. അത് അങ്ങയുടെ ചിത്രം എനിക്ക് കിട്ടും. ഒരു ഫോട്ടോ ഞാൻ കിട്ടില്ല. ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ പൂജാമുറിയിൽ കൊണ്ടുവച്ചു, എന്നിട്ട് അതിന് പൂജ ചെയ്യാൻ വെച്ചു. പക്ഷെ ഫോട്ടോനെ കാണുമ്പോൾ നിങ്ങൾ ആരെയാണ് കാണുന്നത്? ആരുടെ ഫോട്ടോയാണ് അതിൽ കാണുന്നത്? അപ്പോൾ ഭഗവാന് പല പല ഭാവങ്ങളുണ്ട്. ഉണ്ണിക്കണ്ണനായിട്ട് വരാം, നമുക്ക് ഭഗവാന്റെ കൂടെ കളിക്കാം. അതുപോലെ തന്നെ പാർത്ഥസാരഥിയായിട്ട് വരാം, അർജുനൻ്റെ തേര് തെളിക്കുന്ന ഭഗവാനാണ്. അല്ലെങ്കിൽ വിശ്വരൂപധരനായിട്ടുള്ള ഭഗവാനാണ്, ശംഖുചക്ര കഥാപത്മായിട്ടുള്ള ഭഗവാൻ, നിങ്ങളുടെ പൂജാമുറി ഇരിക്കുന്ന ഭഗവാനായിട്ട്. ഇതെല്ലാം ഒരേ തത്വം തന്നെയാണ്. നിങ്ങളുടെ പൂജാമുറി ഇരിക്കുന്ന ഭഗവാൻ അക്ഷാവതാരമുണ്ട്, അതിൽ പോയിട്ട് നമ്മൾ. അപ്പോൾ വിരാട് രൂപിക്ക് നമ്മളെങ്ങനെ പൂജ ചെയ്യും? ഇതുകൊണ്ടാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് അർച്ച.
അപ്പം ഇതെല്ലാം ഒരേ തത്വമാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതാണ് സത്യം. അതിങ്ങനെ ഈ നമ്മൾ ശാസ്ത്രം വായിക്കുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥത്തിന് ഉപരിയായിട്ട് ലക്ഷ്യാർത്ഥമുണ്ട്, ലക്ഷ്യാർത്ഥത്തിന് ഉപരിയായിട്ട് അനുഭവാർത്ഥമുണ്ട്. നമ്മൾ അനുഭവിക്കണത് എന്നാലേ അതിൻ്റെ അർത്ഥം പൂർത്തിയാകുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. എന്താണ് ലക്ഷ്യാർത്ഥം, വാച്യാർത്ഥം, അനുഭവാർത്ഥം എന്നൊക്കെ. അപ്പോൾ ഭേദശ്രുതി, ഭേദശ്രുതി എന്ന് പറഞ്ഞാൽ ചില ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഞാനും ഭഗവാനും വ്യത്യസ്തനാണെന്ന്. യഥ പ്രവൃത്തിർഭൂതാന യേന സർവമിതം തതും സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം ബിന്ദതി മാനവ. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതമാക്കൂ, ഈശ്വരന് വേണ്ടിയിട്ട് കർമ്മങ്ങളെ സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ഈശ്വരന് അന്യനാണെന്നൊരു തോന്നുന്നു. കാരണം എതർ പ്രവൃത്തിർഭൂതാനാം യേന സർവമിതം, എവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്, എവിടേക്കാണ് എല്ലാം അവസാനിക്കുന്നത്, ഏതാണ് എല്ലാത്തിനെയും പരിരംഭണം ചെയ്ത് നിൽക്കുന്നത്, ആ ഒരു ഭഗവാന് വേണ്ടി നിങ്ങളെ കർമ്മങ്ങളെ അനുഷ്ഠിക്കും. അത് ഭേദശ്രുതിയാണ്. എന്നിൽ നിന്ന് അന്യനാണ് എന്നൊരു തോന്നൽ. പിന്നെ അംശാംശീഭാവമുണ്ട്. ഞാൻ ഭഗവാന്റെ ഒരു അംശമാണെന്ന് വിളിക്കുന്നത്. അതിനെവിടെയാ ശ്രുതി? ഭഗവത്ഗീതയിലുണ്ട്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. അതിനും ശ്രുതി നമുക്ക് ഉദ്ധരിക്കാം. ഞാൻ ഭഗവാന്റെ ഒരു അംശമാണെന്ന് പറയുന്നതിന് ശ്രുതി ഉദ്ധരിക്കാം. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഇനി അഭേദശ്രുതിയുണ്ട്. അപ്പം ഭേദശ്രുതി, പിന്നെ അഭേദശ്രുതി, ഭേദാഭേദശ്രുതി. നേരത്തെ പറഞ്ഞത് ഭേദാഭേദ അംശം, ഭഗവാന്റെ അംശമാണ്. പിന്നെ അഭേദത്തിന് ശ്രുതിയുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷത്രമിത്യതേ ഏതദ്യോ വ്യക്തിതം പ്രാഹുഃ ക്ഷത്രജ്ഞ തദ്വിദഃ ക്ഷത്രജ്ഞൻ ചാഭിമാനി. നിങ്ങളുടെ ക്ഷത്രജ്ഞൻ ഞാൻ തന്നെയാണ്, എല്ലാവരുടെയും ക്ഷത്രജ്ഞൻ ഞാൻ തന്നെയാണെന്ന് പറയുന്ന ശ്രുതികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രുതിയെ നമുക്ക് പല വിധത്തിലും വളച്ചൊടിക്കാൻ പറ്റുന്നുണ്ട്. പല വിധത്തിലും നിങ്ങളുടെ മാനസിക തലമനുസരിച്ച് നിങ്ങൾ ശ്രുതിയെ പല വിധത്തിലും നമുക്ക് പല ആചാര്യന്മാരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾ ചെയ്യും. അവസാനം നമ്മ ഇഷ്ടം, എൻ്റെ ഇഷ്ടമാണ്. അപ്പം ചിലർക്ക് ഭേദശ്രുതിയോടാണ് താല്പര്യം, ചിലർക്ക് അഭേദശ്രുതിയോടാണ് താല്പര്യം, ചിലർക്ക് അംശശ്രുതിയോടാണ്. ഇങ്ങനെ പലർക്കും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അപ്പം നമ്മളിവിടെ സ്വീകരിക്കാൻ പോകുന്നത് അദ്വൈത ദൃഷ്ടിയാണ്. നമ്മളെല്ലാവരും അദ്വൈതികളാണെന്ന് ഞാൻ വിചാരിക്കും. ദ്വൈതത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട അദ്വൈതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദ്വൈതം വളരെ സുഖമാണ്, അദ്വൈതം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദ്വൈതത്തിൽ നിന്നും അംശത്തിലേക്ക്, അത് ഘടകശ്രുതി എന്ന് പറയുന്ന അംശം, എന്നിട്ട് അദ്വൈതത്തിലേക്ക്. അപ്പോൾ അദ്വൈത ദൃഷ്ടിയാൽ നമുക്ക് ഈ തത്വമസി മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ജീവിതത്തിൽ സാഫല്യം ഉണ്ടാകുന്നത്. ദ്വൈത ദൃഷ്ടിയിലാണെങ്കിൽ സാഫല്യം ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഭഗവാന്റെ ദാസനായിട്ട് ഇരിക്കാം. ഭഗവാൻ പറയുന്നത് എന്താണ്? അനന്യശ്ചിന്തയന്തോ മാം യോജന പരിഭാസത. നിങ്ങൾ ഇന്ന് അന്യനല്ല. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ സാധ്യമാകുന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. തത്വമസിയെ നമ്മൾ വ്യാഖ്യാനം ചെയ്യണം. അപ്പോൾ തത്വമസി ഇത് ഉദാലകൻ ശ്വേതഗതിയിൽ ഉപദേശിച്ച ഒരു മഹാവാക്യമാണിത്, രണ്ടാം ഉപനിഷത്ത്. അപ്പോൾ ശ്വേതഗോതു ആശ്രമങ്ങളിൽ പോയി 12 കൊല്ലം പഠിച്ച് വേദങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വേദവും യോഗമൊക്കെ പഠിച്ച് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അനൂച്യമാണ്, വളരെ അഹങ്കാരത്തോടു കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത് ശ്വേതഗതി. അപ്പോൾ പോകുമ്പോൾ അച്ഛൻ്റെ കാല് തൊട്ടിട്ടാണ് പോയത്. വന്നു കഴിയുമ്പോൾ പൊട്ടും സോട്ടൊക്കെ ഇട്ട് കാല് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അച്ഛനോട് വന്നാണ്. ഇതെന്ത് പഠിത്തമാണ്? 12 കൊല്ലം പഠിച്ചിട്ടും ഇതാണ് അദ്ദേഹം പഠിച്ചു വന്നത്. അപ്പോൾ ചോദിച്ചു, നീ എന്താ പഠിച്ചത്? ശ്വേതഗതിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ പഠിച്ചത്? അപ്പോൾ പറഞ്ഞു, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ശബ്ദം, ജ്യോതിഷം, ഭൂതവിദ്യ, പ്രേതവിദ്യ എല്ലാം പഠിച്ചു, യോഗവിദ്യ എല്ലാം പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് അഹങ്കാരം.
അതെങ്ങനെ സാധ്യമാണ്? അപ്പം അച്ഛൻ ചോദിച്ചു, നീ അമതം മതം സ്യാത്, ചിന്തിക്കാൻ പറ്റാത്ത വസ്തുവിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, പറയാൻ പറ്റാത്തൊരു വസ്തുവിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും, കേൾക്കാൻ പറ്റാത്ത വസ്തുവിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചപ്പോൾ ശേഖരനാകെ പരിഭ്രമമായി. ഞാൻ അങ്ങനെ വസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. സ്വസാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവതിദ്യാന്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസമാണ്. ഈ നിഗമശതങ്ങളെ കൊണ്ട് മാത്രം അറിയാവുന്ന ആ വസ്തുവിനെ കുറിച്ച് കേട്ടില്ല. അപ്പോൾ അച്ഛൻ ഇരിക്കാൻ എന്നിട്ട് ഉപദേശിക്കുകയാണെങ്കിൽ പല കഥകളിലൂടെയും അദ്ദേഹം ഉപദേശിക്കുന്നു. ഏഷ അണിമ, ഏഷ ആത്മ്യം, തത്സത്യം, തത്വമസി ശ്വേതകേതു. അണിമാവിന് ഏറ്റവും സൂക്ഷ്മമായ ഒരു വസ്തുവാണെന്ന് അണിമ. ഇതാണ് നിൻ്റെ ആത്മാവ്, ഇതാണ് സത്യം, ഇത് നീയാണ് എന്ന് അച്ഛൻ മകനെ പറഞ്ഞു പഠിപ്പിക്കുക. അതിങ്ങനെ 9 പ്രാവശ്യം അച്ഛൻ മകനോട് പറയും, തത്വമസി ശ്വേതകേതു, തത്വമസി ശ്വേതകേതു. പല ഉദാഹരണങ്ങളിലൂടെയും പല കഥകളിലൂടെയും അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അദ്വൈത ദൃഷ്ടി നേടിയെടുക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ഈ മഹാവാക്യത്തിലൂടെ. എന്തൊക്കെ ലക്ഷണങ്ങളാണ്? ജഹദ് ലക്ഷണ, അജഹദ് ലക്ഷണ, ജഹാജഹദ് ലക്ഷണ, ജഹാജ ലക്ഷണയ്ക്ക് ഭാഗത്തേറെ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഭേദശ്രുതി, അഭേദശ്രുതി, ഘടകശ്രുതി, നിലയ്ക്ക് ശ്രുതിയെ വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ പാണ്ഡിത്യം അനുസരിച്ച് നിങ്ങൾക്ക് അവസാനം എന്താണ് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത്, എനിക്ക് അനുഭവവേദ്യമായത്, അതിനെ നിങ്ങൾ സ്വീകരിക്കും. അപ്പം എല്ലാത്തിനും വലിയ കുറേ ആൾക്കാർ വരും. ദ്വൈതം പറഞ്ഞാലും കുറേ ആൾക്കാർ വരും. ആൾക്കാർക്ക് അധികം തൊഴിലൊന്നുമില്ല, അതുകൊണ്ട് ദ്വൈതം പറഞ്ഞ കുറേ ആൾക്കാർ വരും. അദ്വൈതം പറഞ്ഞാലും കുറേ ആൾക്കാർ വരും. ദ്വൈതാദ്വൈതം പറഞ്ഞാലും കുറേ ആൾക്കാർ വരും. ഇതൊന്നും പറയാതിരുന്നാലും കുറേ ആൾക്കാർ. ഈ ജനസംഖ്യത്തെ നോക്കിയിട്ട് നമുക്ക് അർത്ഥം പറയാൻ പറ്റില്ല. വേറെ ആൾക്കാരോടുണ്ട്, അതായിരിക്കും ശരി. ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കേണ്ട ഒരു വസ്തുവല്ല സത്യമെന്ന്. ഒരുപക്ഷെ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും സത്യം, പറയാൻ പറ്റില്ല. ആരുടെ കയ്യിലാണ്, ആരാണ് സത്യത്തെ അറിയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. തത്വമസി, വീണ്ടും നമുക്ക് തത്വമസിയിലേക്ക് പോകാം. അതാണല്ലോ നമ്മുടെ വിഷയം. തത്വമസിയാണ് വിഷയം. അപ്പം തത് എന്നുള്ളതിൻ്റെ പിന്നെ ട്രയാങ്കിൾ ഒന്നുകൂടി കാണിക്കും. ട്രയാങ്കിൾ എന്തൊക്കെ വരും? ജീവൻ, ജഗത്, ഈശ്വരൻ. അപ്പം ജഗത്തിനെ നമ്മൾ ഈശ്വരനിലേക്ക് സമർപ്പിച്ചു. ജഗത്തും ഈശ്വരനും തമ്മിൽ വ്യത്യാസമില്ല നമുക്ക് മനസ്സിലായി. എന്താ കാരണം? ഈ സഗുണബ്രഹ്മ, അതായത് മായയോടുകൂടിയ നിർഗുണ ബ്രഹ്മത്തിൻ്റെ പല വിധത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് ജഗത്ത്. മായ എന്താണ്? സ്വയം മാറാതെ എല്ലാതുമായി ഭാവിക്കുന്നതിനുള്ള കഴിവാണ്. ബ്രഹ്മത്തിൻ്റെ കഴിവിനാണ് മായ എന്ന് പറയുന്നത്. മായ വ്യത്യസ്തമായൊരു തത്വമല്ല. അപ്പം ഈ മായാശക്തിയോട് കൂടിയിട്ടുള്ള ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം ആദ്യമുണ്ട്. അതിൽ ചെറിയൊരു ചലനമുണ്ട്, നമ്മളതൊക്കെ കണ്ടു. അത് ചെറിയൊരു ചലനം, അത് സ്വയം സൃഷ്ടിതമായൊരു ചലനമാണ്, ആരും പറഞ്ഞിട്ടല്ല. കാമ്യത നമ്മൾ കണ്ടുവന്നു. അപ്പം അതിൽ നിന്ന് ആദ്യമായിട്ട് എന്തുണ്ടായി? ത്രിഗുണങ്ങളുണ്ടായി. ത്രിഗുണങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ച ഇന്ദ്രിയങ്ങളുണ്ടായി. പഞ്ചകർമ്മേന്ദ്രിയങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങളുണ്ടായി. അപ്പം ഈ ബ്രഹ്മത്തിൻ്റെ ഈ മമാത്മാഭൂതഭാവന, ഞാൻ തന്നെ എല്ലാമായി തീർന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലായി പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് അന്യമല്ല എന്ന് മനസ്സിലായി, ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ്? സച്ചിദാനന്ദം. ബ്രഹ്മത്തിന് നിർവചനമുണ്ട്. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്, ആനന്ദമാണ്, അനന്തമാണ്, ജ്ഞാനമാണ്.
അതാണ് പറഞ്ഞത്. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത എല്ലാ മാറ്റങ്ങളുടെയും അധിഷ്ഠാനമായിട്ടുള്ളതാണ് സത്യം. ആ സത്യം തന്നെയാണ് ജ്ഞാനം, അറിവ്, ബോധം എന്ന് മലയാളത്തിൽ. അപ്പൊ സത്യം, ജ്ഞാനം, അനന്തം. അപ്പൊ ഇതൊക്കെ ബ്രഹ്മത്തിന് ഗുണമല്ലേ എന്ന് ചോദിക്കും. ബ്രഹ്മത്തിന് ഗുണമല്ലേ സത്യം, ജ്ഞാനം? ഗുണമല്ല, അത് ബ്രഹ്മം തന്നെയാണ്. ഈ സത്യം തന്നെയാണ് ജ്ഞാനം, ജ്ഞാനം തന്നെയാണ് ആനന്ദം, നിത്യാനന്ദം. അപ്പം ഇത് ഗുണമല്ല, അത് സ്വരൂപമാണ്. ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു നീല പുഷ്പത്തെ നമുക്ക് ചുവന്ന പുഷ്പമാക്കി മാറ്റാൻ പറ്റും. ഇത് മാറ്റാൻ പറ്റും. ബ്രഹ്മത്തിൻ്റെ സ്വരൂപം സത്യം, ജ്ഞാനം, ആനന്ദമാണ്. അതാണ് നിർഗുണ ബ്രഹ്മം. അപ്പം ആനന്ദം നിർഗുണ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. അപ്പം നിങ്ങൾ ആനന്ദത്തോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ ബ്രഹ്മമായിരിക്കും. ബ്രഹ്മത്തിൻ്റെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആനന്ദത്തെ അന്വേഷിക്കാതെ ആനന്ദം അനുഭവിക്കുന്ന ആളെയാണ് സമാധി എന്നൊക്കെ പറയുന്നത്. സമാധി, അദ്ദേഹം സമാധി കൂടി പല അർത്ഥങ്ങളുണ്ടല്ലോ. അപ്പം അദ്ദേഹം സമാധികളാണെന്ന് പറഞ്ഞാൽ ഒരു പരിശ്രമം കൂടാതെ ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന ആളെയാണ് സമാധിസ്ഥൻ, യോഗി എന്നൊക്കെ പറയും. കാരണം നിങ്ങളുടെ സ്വരൂപമാണ്. സ്വരൂപമായി ഒന്നിനെ നിനക്ക് നേടിയെടുക്കാൻ നഷ്ടപ്പെടാനും സാധ്യത. എൻ്റെ ആനന്ദം നഷ്ടപ്പെട്ടു എന്ന് പറയും. എനിക്കിപ്പോൾ ആനന്ദം കിട്ടിയെന്ന് പറയും നിങ്ങളുടെ സ്വരൂപം. അപ്പം അത് അറിവിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്, പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല. എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല. പലതും പരിശ്രമിച്ചു, പല നേട്ടങ്ങളുണ്ടാക്കി, ലോകം മുഴുവൻ സഞ്ചരിച്ചു, ധനം നേടി, അധികാരം കിട്ടി, പലതും ഭോഗിച്ചു, പല കല്യാണങ്ങളും കഴിച്ചു, പല കുട്ടികളുണ്ടായി. എന്നിട്ടും ആനന്ദമുണ്ടോ? ആനന്ദമില്ല. അപ്പം മൗലികമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആനന്ദം നമുക്ക് നേടിയെടുക്കാനോ നഷ്ടപ്പെടാനോ പറ്റുന്ന ഒരു പ്രതിഭാസമല്ല. ഓക്കെ, അപ്പോൾ ഈ അദ്വൈത ദൃഷ്ടിയാണ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക, തത്വമസി. അപ്പോൾ നിർഗുണ ബ്രഹ്മത്തിന് നിർവചനം എന്താണ്? സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം. അതാണ് നിർവചനം. സഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാലോ അതിന് നിർവചനം സർവജ്ഞ, സർവശക്തിമാൻ, സർവവ്യാപി. അതാണ് സർഗുണ ബ്രഹ്മത്തിൻ്റെ. കവീശ്വരൻ സർവജ്ഞനും സർവശക്തിമാനും സർവവ്യാപിയും. അപ്പോൾ സർവവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉള്ളതാണ്. കളിമണ്ണ് കുടത്തിൻ്റെ എല്ലാത്തിലും എല്ലാ ഭാഗത്തും ഉള്ളതുപോലെ, കുടത്തിൻ്റെ ഉള്ളിലല്ല, കുടം തന്നെ കളിമണ്ണായിട്ടുള്ളതുപോലെ ഈശ്വരൻ എല്ലാത്തിലും നിറഞ്ഞ്. അതിൽ നമുക്കുണ്ടാകുന്ന ഭാവം എന്താണ്? എല്ലാത്തിനെയും ആരാധനാപൂർവ്വം നമ്മൾ നോക്കുന്നു. ഒന്നിനെയും നമ്മൾ ദുരുപയോഗം ചെയ്യുന്നില്ല. മറ്റൊരാളെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൽ നാം ഈ ബ്രഹ്മദൃഷ്ടിയോടുകൂടി അദ്ദേഹത്തെ കാണും. ഒരു വ്യക്തിയെ മാത്രമല്ല, അതൊരു വൃക്ഷമായാലും ഒരു മൃഗമായാലും ചെറിയൊരു അമീബയായാലും അതിനെല്ലാം ബ്രഹ്മത്തിൻ്റെ വിസ്ഫൂർത്തിയായിട്ട് നമ്മൾ കാണും. അതിൽ നിന്നൊരു പുതിയ ബന്ധം നമ്മളുണ്ടാക്കും, പുതിയൊരു ബന്ധം, എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ബന്ധം ഉണ്ടാക്കും. അതൊക്കെയാണ് ബ്രഹ്മദൃഷ്ടി എന്ന് പറയുന്നത്. ബ്രഹ്മദൃഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാവത്തെയാണ്, എല്ലാത്തിലും അർത്ഥം കാണാൻ കഴിയുന്ന ഒരു ഭാവത്തെ, എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു ഭാവത്തെയാണ് ബ്രഹ്മദൃഷ്ടി. അപ്പോൾ സച്ചിദാനന്ദമാണ് നിർഗുണം. അത് സച്ചിദാനന്ദം ആയിട്ടുള്ള നിർഗുണ ബ്രഹ്മം മായ, ആ മായാശക്തിയോടുകൂടി ഈ മുഴുവൻ സൃഷ്ടിയുമായി ആയിരിക്കുക. അപ്പം അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്താണ്? ഇതിനെ നിർവഹിച്ചു. സമഷ്ടി, സ്ഥൂല, സൂക്ഷ്മ, കാരണ, ശരീര, അഭിമാനി, ആത്മാ, ഈശ്വര. അത് എഴുതിക്കൊള്ളു. കുറച്ച് നീണ്ട നിർവചനമാണിത്, നീണ്ട നിർവചനം. സമഷ്ടി, സ്ഥൂല, സൂക്ഷ്മ, കാരണ, ശരീര, അഭിമാനി, ആത്മ. ബ്രഹ്മത്തിന് ആത്മാ എന്നും ഒരു വാക്കുണ്ട്. അപ്പോൾ ആത്മാ ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല, രണ്ടൊരർത്ഥം തന്നെയാണ്. ആത്മാ എന്ന് പറഞ്ഞാലും സർവം അത്തീതീതാത്മാ, എല്ലാത്തിനെയും വിഴുങ്ങുന്നതാണ് ആത്മ. ആത്മ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹത്വാ ബ്രഹ്മ. അപ്പം ആത്മാവും ബ്രഹ്മവും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരർത്ഥം തന്നെയാണ്. ജീവാത്മാ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം.
അപ്പോൾ ഈ ഈശ്വരൻ എന്ന് പറയുന്നത്, ഇത് എഴുതിയെടുക്കാം നമുക്ക്. ഈശ്വരൻ എന്ന് പറയുന്നത് സമഷ്ടി, സമഷ്ടി, സ്ഥൂല, സൂക്ഷ്മ, കാരണ, അഭിമാനി, ആത്മാ, ബ്രഹ്മ. സമഷ്ടി, സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളിലൂടെ പ്രകടിതമാകുന്ന ബ്രഹ്മം എന്നർത്ഥം. ഈ ബ്രഹ്മം ആരാണ്? എവിടെയാ ബ്രഹ്മം? ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അവിടെയൊക്കെ നമ്മൾ അഹം അഹം എന്നുള്ള ചിന്ത പറഞ്ഞു. ഞാനാണ് ആ ബ്രഹ്മം എന്നുള്ള ചിന്ത. അത് വിട്ടുകളയാൻ പാടില്ല. അത് വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് സമാധിക്കും. അതൊരിക്കലും വിട്ടുകളയാൻ പാടില്ല. അത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അർത്ഥം ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇതിലൊക്കെ എൻ്റെ ആത്മതത്വം കുടുങ്ങിക്കിടക്കുകയാണ്. അതിനുപരിയായ തത്വമാണ്. അത് അഹമാണ്, ഞാനാണ് ബ്രഹ്മം എന്നുള്ള ചിന്ത ഒരിക്കലും അറ്റ്ലീസ്റ്റ് ക്ലാസ്സിലെങ്കിൽ ഇവിടെയെങ്കിലും, ഇവിടെ ഇരിക്കുമ്പോൾ ഈ കസേരയിലൂടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഇവിടെയെങ്കിലും നമുക്ക് ധാരണ, ഞാൻ തന്നെ ആ ബ്രഹ്മം. ഇതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്യണം, ഞാൻ കുളിച്ചിട്ട് വരട്ടെ, മകളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ടാവാം ബ്രഹ്മം എന്ന് പറയാൻ പാടില്ല. കുളിക്കുകയോ മകളുടെ കല്യാണം കഴിയുന്ന കാര്യം ഇപ്പോൾ തന്നെ. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് സമഷ്ടി ഉപാധിയിലുള്ള പ്രകടിതമാകുന്ന ബ്രഹ്മമാണ്. അതൊരു സഗുണ ബ്രഹ്മം എന്ന് പറയും. ഈശ്വരനെ സഗുണ ബ്രഹ്മം, ശബ്ദബ്രഹ്മം എന്നൊക്കെ പറയും, സഗുണ ബ്രഹ്മം. ഇനി ജീവൻ എന്ന് പറഞ്ഞാലോ വ്യഷ്ടി, കാര്യ, കാരണ, അല്ലെങ്കിൽ വ്യഷ്ടി, സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളുടെ പ്രകടിതമാകുന്ന അതേ ബ്രഹ്മത്തെ തന്നെയാണ് ജീവൻ. അപ്പം ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഈശ്വരൻ ഞാൻ ഒന്നാണ്. സൂപ്പർവിഷനിൽ നമുക്ക് ഈശ്വരന് ഞാനും വ്യത്യസ്തമാണ് തോന്നും. പക്ഷെ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നമുക്ക് മനസ്സിലാകും ഞാനും ഈശ്വരനും ഒന്ന്. ഒരേ ബ്രഹ്മം തന്നെ രണ്ട് വസ്ത്രം ധരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ബ്രഹ്മം ഒരു ഭടന്റെ വസ്ത്രം ധരിച്ചു വന്നിരിക്കുകയാണ്, സാധാരണ പോലീസുകാർ. മറ്റേ ഇതെന്താണ്? അതേ ബ്രഹ്മം തന്നെ DGPയുടെ വസ്ത്രം ധരിച്ചു. ഒന്ന് തന്നെയാണ്. അപ്പം പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ഭാര്യയുടെ മുന്നിൽ ഒന്നുമില്ല. അപ്പോൾ ഒരാൾ തന്നെ വ്യത്യസ്തമായ വേഷങ്ങൾ വന്നിരിക്കുകയാണ്. ജീവന്റെ വേഷം ധരിക്കുമ്പോൾ അതാണ് ഈശജീവയോ വേഷദീപിത വസ്തുതത്വത വസ്തു കേവലം രമണ മഹർഷി. ഈശനും ഭഗവാനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം വേഷത്തിൻ്റെ വ്യത്യാസം. ഈശജീവയോ വേഷധീപിത, വ്യത്യാസം വേഷത്തിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ്. ഈ രണ്ടും പ്രധാനമന്ത്രി മറ്റേ ഗോൾഫ് ക്ലബിൽ വരുമ്പോൾ ആ വസ്ത്രം ധരിക്കുന്നു, വീട്ടിൽ വരുമ്പോൾ വസ്ത്രങ്ങളൊക്കെ അയക്കും, വേറൊരു മുണ്ട് മാത്രം കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ പല വേഷങ്ങൾ അതേ ബ്രഹ്മം തന്നെ അഭിനയിക്കുകയാണ്. ഇതൊക്കെ വലിയൊരു അഭിനയമാണ്. പ്രയാസം. നിങ്ങൾ അഭിനയിക്കുകയാണ്, ഞാൻ ബ്രഹ്മമല്ല. അഭിനയിച്ചോളൂ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. എത്രമാത്രം അഭിനയിച്ചാലും കുഴപ്പമില്ലാതെ. അപ്പോൾ ജീവന്റെ നിർവചനം എന്താണ്? അതേ ബ്രഹ്മം തന്നെ സ്ഥൂല സൂക്ഷ്മ വ്യഷ്ടി, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലൂടെ പ്രകടിതമാകുന്ന ബ്രഹ്മതത്വമാണ്, ചൈതന്യമാണ് ജീവൻ. രണ്ടും നിർവചനം. നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതേ ചൈതന്യം തന്നെ ശരീര മനോബുദ്ധികളിലൂടെ പ്രകടിതമാകുക. അത് ഇത് രണ്ടും അസി എന്നുള്ള പദത്തിലൂടെ യോജിപ്പിച്ചിരിക്കുകയാണ്. അസി എന്നുള്ളത്. അപ്പൊ ശരീര മനോബുദ്ധികളെ നമുക്ക് ഉപാധി എന്നുണ്ട്. ഉപാധി, സമഷ്ടി ഉപാധി, വ്യഷ്ടി ഉപാധി, രണ്ട് ഉപാധികളാണ്. സമഷ്ടി ഉപാധി, വ്യക്തി ഉപാധി. നിങ്ങളെ ഞാനൊരു 100 ഉറുപ്പികയുടെ നോട്ട് തന്നു, വേറെ ആൾക്ക് 10 ഉറുപ്പികയുടെ നോട്ട് കിട്ടും. 100 ഉറുപ്പികയുടെ നോട്ട് കിട്ടിയാൽ എങ്ങനെയാണ്? വലിയ ധനാഢ്യനാണ് അല്ലേ? 100 ഉറുപ്പിക. 10 ഉറുപ്പികയുടെ നോട്ട് കിട്ടിയാലൊക്കെ പാവമാണ്.
പിന്നെയാണ് മനസ്സിലായത് മോദി രണ്ടും മറ്റേ ഡീമോണിറ്റൈസ് ചെയ്തെന്ന്. 10 രൂപയ്ക്കും വിലയില്ല, 100 രൂപയ്ക്കും വിലയില്ല, രണ്ടുപേരും ഒരേ വിലയായിപ്പോലെ. അപ്പം 100 രൂപയും 10 രൂപയും ഉപാധിയാണെന്ന് പറയും. 10 രൂപയുള്ള ആൾക്ക് ഞാൻ 10 രൂപ മോശക്കാരനാണ്, 100 രൂപയുള്ള ആൾക്ക് ഞാൻ 100 രൂപ വളരെ കേമനാണ് എന്ന് വെക്കുന്നത്. പക്ഷെ ഡീമോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും തുല്യരായി, രണ്ടുപേരും ഒരേപോലെ. അപ്പം വേഷത്തിൽ താതാത്മ്യം, ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം മായയുടെ അധീശനാണ്, മായയുടെ സ്വാമിയാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം മായയുടെ ദാസനാണ്, മായയെ കൊടിഞ്ഞിട്ടുണ്ട്. ഇതാണ് വ്യത്യാസം. അപ്പോൾ തത് ത്വം അസി, അസി എന്നുള്ളതിൻ്റെ ഏത് രീതിയിലാണ് നമ്മൾ അർത്ഥം? വാക്യാർത്ഥം നോക്കുമ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ ഇരിക്കുന്ന കിഞ്ചിത്തിനും കിഞ്ചിത് ശക്തിമാനും കിഞ്ചിത് വ്യാപിയുമായിട്ട് ഞാനെങ്ങനെ ഈശ്വരനടുത്ത് ചോദ്യം ഞാൻ കണ്ടത്, ഞാനെങ്ങനെ ഈശ്വരനടുത്ത്, ഇതാണ് ഈ ലക്ഷണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാക്യാർത്ഥം നോക്കുമ്പോൾ വിരോധം ഉണ്ടായില്ല. എനിക്ക് ഈശ്വരനായിട്ട് ഞാനൊരു ഖദ്യോതത്തെ പോലെയാണ്, ഈശ്വരനാണെങ്കിലോ സൂര്യനെ പോലെയാണ്, യാതൊരു യോജിപ്പും നമ്മൾ കാണുന്നില്ല. ഏത് ലക്ഷണയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഈ വാക്കിനെ മനസ്സിലാക്കാനാണ്? ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ജഹദ് ലക്ഷണമാണ്, അതായത് ഞാൻ ഈശ്വരനാണ് അല്ലെങ്കിൽ നീ ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ മനസ്സിൽ അതിന് അർത്ഥം വരുന്നില്ല. അതുകൊണ്ട് അർത്ഥത്തിൽ ഉപേക്ഷിക്കും. ഞാൻ ഈശ്വരനല്ല, ഞാൻ മറ്റെന്താണ്, ഞാൻ ഈശ്വരനല്ല, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മകനാണോ മകളാണോ എന്ന് പറയാം. അപ്പോൾ ഒരു നിലയ്ക്ക് ഞാൻ ഈശ്വരനല്ല എന്നുള്ള അർത്ഥമാണ്. അതിന് ജഹദ് ലക്ഷണമാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഞാൻ ഈശ്വരനല്ല, ജഹദ് ലക്ഷണം. അതെങ്ങനെയായിട്ട് ഗംഗായാൻ ഘോഷ എന്നുള്ള ഉദാഹരണം പറയും. എൻ്റെ വീട് ഗംഗയിലാണ്. ഗംഗയിലെങ്ങനെ നിങ്ങൾ വീട് വരുന്നത്? ഗംഗയുടെ തീരത്താണ്. അപ്പം അർത്ഥത്തെ നമ്മൾ ഉപേക്ഷിക്കാം. അപ്പം ജഹദ് ലക്ഷണം ഉപയോഗിച്ചുകൊണ്ട് ഈ തത്വമസിക്ക് നമുക്കൊരർത്ഥം കൊടുക്കാം. അത് അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ശാസ്ത്രത്തെ ഉദ്ധരിക്കുകയും ചെയ്യാം. അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ജഹദ് ലക്ഷണം ഉപയോഗിച്ച് അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഞാൻ അതത്വമസി എന്നുള്ള ഒരു അവഗ്രഹം ഉണ്ടായിരുന്നു. തത്വമസിക്ക് മുന്നിൽ ഒരു അവഗ്രഹം ഇട്ടിട്ട് അതത്വമസി എന്ന് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. മധ്വാചാര്യരൊക്കെ അങ്ങനെയാണ് അർത്ഥം കൊടുക്കുന്നത്. ഈ ശാസ്ത്രത്തിന് അർത്ഥം കൊടുക്കണ്ടേ? എന്താണ് ശാസ്ത്രം പറയുന്നത് മനസ്സിലാക്കണ്ടേ? അതിന് വാക്യവിചാരത്തിലൂടെയല്ലേ പറ്റുള്ളൂ. അപ്പം ഇതിന് അർത്ഥം കൊടുക്കുന്നതിനായിട്ട് പ്രത്യക്ഷമായ വൈരുദ്ധ്യമുള്ളതുകൊണ്ട് മധ്വാചാര്യൻ എന്ത് ചെയ്ത ഒരു അവഗ്രഹം അതത്വമസി, ഞാൻ ഈശ്വരനല്ല. അതാണ് ശാസ്ത്രം. പല മതങ്ങൾ അതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ക്രൈസ്തവ മതമായാലും ഇസ്ലാമിക മതമായാലും മറ്റൊക്കെ ഞാൻ ഈശ്വരനല്ല എന്നുള്ള ഒരർത്ഥമാണ് അവരെടുക്കുക. എന്നിട്ട് അവരുടെ ജീവിതം അവർ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈശ്വരൻ്റെ ഒരു ദാസനാണ്, ഞാൻ ഈശ്വരൻ്റെ ദാസസ്യ ദാസൻ എന്നുള്ള അർത്ഥത്തിലാണ്. പലർക്കും അതിലൊരു സംശയം തോന്നിക്കും. ഞാൻ അത്ര വലിയ ആളൊന്നാവണ്ടേ, ഈശ്വരനൊന്നാവണ്ടേ, ഞാനൊരു ഭക്തനായിട്ട് എനിക്കൊരു ഭക്തനായിട്ടില്ല എന്ന് പറയുന്ന ആധ്യാത്മിക ആചാര്യന്മാരും. ചിലർക്കത് സന്തോഷമാണ് തോന്നുന്നത്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ഞാൻ ഈശ്വരനല്ല. ഈശ്വരനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല, വലിയ ഈശ്വരനായിട്ട് അഭിനയിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടില്ല. അപ്പം അതത്വമസി എന്നുള്ള അർത്ഥമാണ്. ഒരു അവഗ്രഹം നൽകിയിട്ടുണ്ട്. തത് സത്യം തദാത്മാ തത്വമസി. അപ്പം ആത്മാ എന്നുള്ളൊരു ആ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതത്വമസി, ഞാൻ ഈശ്വരനല്ല എന്നർത്ഥം. പിന്നെ ഞാൻ ആരാണ്? ഞാൻ ഈശ്വരൻ്റെ ദാസനാണ്, ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ എന്നുള്ള അർത്ഥം. നിങ്ങൾ ജീവിതത്തെ അതനുസരിച്ച് വ്യാഖ്യാനിക്കാം, ജീവിതത്തെ നിങ്ങൾക്ക് സ്വരൂപിക്കാം, നിങ്ങൾക്ക് വാല്യൂസ് അതിനേക്കാം, അങ്ങനെ ജീവിക്കാം. എന്നിട്ട് പൂജയും ജപവും ധ്യാനവും ഒക്കെ ആയിട്ട് നിങ്ങൾ ശരീരം വെടിയുമ്പോൾ ഒരു പക്ഷേ ഗോലോകത്തിലോ അല്ലെങ്കിൽ കൈലാസത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ ഒക്കെ പോയി അവിടെ വിഷ്ണുവിൻ്റെ ഒരു സ്റ്റൂളായിട്ട് അല്ലെങ്കിൽ.
ഈശ്വരൻ്റെ ഒരു ദാസനായിട്ട് ഉപകരണം. ഇതാണ് ഒരു അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ശാസ്ത്രത്തിന് അതും പറയുന്നു. ഇനി മറ്റൊരർത്ഥം കൊടുക്കാവുന്നത് ജഹദ്, അജഹദ് ലക്ഷണമാണ്. അത് ലക്ഷ്യാർത്ഥം നോക്കുകയാണ്. ഈ പദത്തിൻ്റെ, ഈ വാചകത്തിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ശാസ്ത്രത്തിൻ്റെ പർപ്പട്ട് എന്താണ്, അതിൻ്റെ താല്പര്യം എന്താണെന്ന്. അപ്പം ഈ വാചകത്തിൻ്റെ അർത്ഥം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അജഹദ് ലക്ഷണം ഉപയോഗിക്കും. അജഹദ് ലക്ഷണം. അപ്പം എല്ലാ വാചകങ്ങളും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാചകങ്ങൾക്കും ഒരു ലക്ഷ്യാർത്ഥം ഉണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പല ഭാഷകളും ഉപയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു ലക്ഷ്യാർത്ഥം ഉണ്ടായിരിക്കും, താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ നിനക്കൊരു അടി തരും എന്ന് പറഞ്ഞത്, ഒരടി തരും, പല അർത്ഥങ്ങളുണ്ട്. എന്താ എൻ്റെ അർത്ഥം? എനിക്ക് നിന്നോട് ദേഷ്യമാണ്, അടിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ പറയില്ലേ, വളരെ ഇഷ്ടമുള്ള കുട്ടികൾ നമ്മളൊരു അടി തരും. എനിക്ക് നിന്നെ കടിച്ചു തന്നാന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ മാംസബുക്കെന്നല്ല അർത്ഥം. അത്രയും സ്നേഹമാണ്, അത്രയും സ്നേഹമാണ്. അപ്പം ആ പരിതസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ അർത്ഥം വ്യാഖ്യാനം കൊടുക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ജീവിതം സാധ്യമല്ല. വാക്കുകൾക്ക് അർത്ഥങ്ങളും അതിൻ്റെ ഭാവങ്ങളൊക്കെ അതിൻ്റെ കോൺടെക്സ്റ്റ് അനുസരിച്ചും. ഇപ്പം ഏത് രീതിയിലാണ് തത്വമസി? കാരണം തത്വമസിയുടെ അർത്ഥം അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഈ ശാസ്ത്രത്തിന് അർത്ഥം അറിയണം. ശാസ്ത്രം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പരിമിതമായിട്ടുള്ള വാക്കുകളും. അപ്പം ഈ തത്വമസി എന്നുള്ളതിന് മറ്റൊരർത്ഥം നമുക്ക് കൊടുക്കാം. അതത്വമസി നമ്മൾ കണ്ടു. ഇനി തസ്യത്വമസി എന്നർത്ഥം. തസ്യത്വമസി അതിന് അജഹദ് ലക്ഷണയാണ്. അജഹദ് ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് ഒരർത്ഥം ഉണ്ടാക്കി. തസ്യത്വമസി, ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്. ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്, ഈശ്വരൻ്റെ ഒരു അംശമാണ്. അതിനെന്താ ശാസ്ത്രം ഉദ്ധരിക്കാൻ കഴിയുക? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവത്ഗീത നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. മമൈവാംശോ ജീവഭൂതേ ജീവഭൂത സനാതന മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി പശ്യതി. ഒരു ഈശ്വരൻ്റെ ഒരു അംശമായിട്ടുള്ള ഞാൻ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. അപ്പം എന്ത് ചെറിയൊരു അംശമായിട്ട് നമുക്ക് തോന്നുന്നു. അതിനും ശാസ്ത്രം നമുക്ക് ഉദ്ധരിക്കാം. അതിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഈശ്വരൻ്റെ ഒരു അംശമാണെന്ന് പറയുമ്പോൾ ശരി, ഞാനൊരു അംശമാണ്, ഞാൻ അചലനാണ്, ഞാൻ ചൈതന്യമുള്ളവനാണ്, ചൈതന്യം ഒരു അംശം മാത്രമാണ്. അതിന് ഉദാഹരണങ്ങളുണ്ട്. അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്ന പോലെ. അപ്പം സ്ഫുലിംഗം അഗ്നിയുടെ ഒരു അംശമാണ്, വലിയൊരു അഗ്നിയാണ്. അതിന് സ്ഫുലിംഗം ഒരു ചെറിയ ഒരു തരി ഈ അഗ്നിയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ ഈശ്വരനല്ല, ഈശ്വരൻ്റെ ഒരംശമാണ്. ഇത് പ്രഖ്യാപിച്ചിട്ടുള്ള ആചാര്യനാണ് രാമാനുജൻ. വലിയ കുറേ കാലം ജീവിച്ച ഒരു സൈദ്ധാന്തികനാണ്, ആചാര്യനാണ് രാമാനുജൻ. നിങ്ങൾ ഈശ്വരൻ്റെ അംശമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജഡവും അജഡവും ഈശ്വരൻ്റെ ഭാഗങ്ങളാണ്. ഈശ്വരൻ ആന്തരികമായ ഒരു സത്വമാണ്. അതിന് ജഡാജഡങ്ങൾ ഈശ്വരനുമാണ്. ജഡാജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അജഡം എന്ന് പറഞ്ഞാൽ ജീവൻ, ജഡം എന്ന് പറഞ്ഞാൽ ഈ നേശകളുള്ള വസ്തുക്കൾ. അപ്പം നമുക്കൊരു സംശയം, ഈ ഈശ്വരന് ജഡവും അജഡവും എന്ന് നിർമ്മിച്ചിരിക്കുന്ന സംശയം. ആ സംശയത്തിന് മറുപടിയില്ല. അതങ്ങനെയാണ് എന്താ പറയുക? ഈ ഈശ്വരൻ്റെ ഒരു ഭാഗം ജഡവും ഒരു ഭാഗം അജഡവുമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ മെറ്റീരിയൽ, അജഡം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ. അതങ്ങനെ ഈശ്വരൻ്റെ രണ്ടും കൂടി യോജിച്ചു വരുന്നത് സാധ്യമല്ല. ഇപ്പം നമുക്കങ്ങനെയുണ്ട്, ഒരു കാല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മരം കൊണ്ടുള്ള കാല് വയ്ക്കുന്നുണ്ട് അല്ലേ? അപ്പം ഈശ്വരൻ അങ്ങനെ മരക്കാലുണ്ടോ എന്ന് ചോദിക്കാം.
അപ്പൊ ജടാജടങ്ങൾ സംയോജിച്ചിട്ടുള്ള ഒരു ഈശ്വരനെ നമുക്ക് സങ്കല്പിക്കപ്പെട്ടില്ല. അതിങ്ങനെ അംശാംശി ഈശ്വരന്റെ ഒരംശമാണെന്നുള്ള ചിന്തയും അത് നമുക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് ഘടകശ്രുതി എന്ന് പറയും. അത് നാം ഈശ്വരന്റെ ഒരംശമാണ്. മറ്റൊരു ലക്ഷണ, വേറൊരു രീതിയിൽ ലക്ഷണം എടുക്കുകയാണെങ്കിൽ ഈ സമഷ്ടി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തെ നമ്മൾ ഉപാധിയായിട്ട് ഉപാധി വ്യഷ്ടി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെയും ഉപാധിയായിട്ട് എടുക്കാം. അപ്പോൾ ഉപാധിയിൽ പിന്നെ സത്യമായിട്ടുള്ള അവസ്ഥ. ഈ ഉപാധിയുടെ പ്രത്യേകത അത് ദുഷ്ടനഷ്ടപ്രനഷ്ട ഭ്രാന്തിഭൂതമാണ്. അത് ഉണ്ടായില്ലാതാകുന്നതാണ് എന്താ ഉപാധികൾ. എന്തൊക്കെ ഉപാധികൾ? ത്രിഗുണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതെല്ലാത്തിനും ഒരു സ്വഭാവമാണ്. എന്താ സ്വഭാവം? ഉണ്ടായില്ലാതാകുന്നു. അതിന് മിഥ്യയാണ് ശങ്കരാചാര്യ. അപ്പൊ ഈ ഉപാധി മിഥ്യയാണ്. എന്തൊക്കെ ഉപാധി? സമഷ്ടി ഉപാധിയും വ്യഷ്ടി ഉപാധിയും മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒട്ടുമില്ലാത്തതല്ല അർത്ഥം. ഉണ്ടായി ഇല്ലാതായിട്ട് മിഥ്യയാണ് ഉപാധി. അപ്പൊ ഉപാധിയോട് കൂടിയ ചൈതന്യം ആ തലത്തിൽ നോക്കുമ്പോൾ ഞാനും ഈശ്വരനും വ്യത്യാസം. ഉപാധി മിഥ്യയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനൊരു പറയാൻ വെച്ചാൽ സത്യത്തെ, ചൈതന്യത്തെ ഒന്ന് ഉപാധിയെ നമ്മൾ സീറോ ഇതെല്ലാം ഒന്നും സീറോ ഇന്ത്യ ലോകത്തിലെ എല്ലാത്തിനെയും ഈ ഇൻഫർമേഷനിൽ ഒന്ന് സീറോ ഒന്ന് പൂജ്യം എല്ലാത്തിനെയും അതിലേക്ക് ചുരുക്കാറുണ്ട്. അപ്പോൾ ഈ സത്യം, അതായത് ചൈതന്യത്തിന് ഒന്ന് എന്നുള്ള നമ്പർ കൊടുത്താൽ ഉപാധിക്ക് സീറോ പൂജ്യം. അപ്പോൾ ഒന്ന് പിന്നെ സീറോ പൂജ്യം. അതാണ് ഉപാധി എന്ന് പറയുന്നത്. കാരണം ഉപാധിക്ക് സത്യത്വമില്ല, സത്യമല്ല. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ ചൈതന്യവും പ്ലസ് സീറോ, ഈ മിഥ്യയായിട്ടുള്ള ഈ ഉപാധികളാണ്. ഒന്ന് പ്ലസ് സീറോ. ഈശ്വരൻ എന്ന് പറഞ്ഞാലോ ഒന്ന് പ്ലസ് സീറോയുടെ പവർ ഇൻഫിനിറ്റ്. അത് കുറേ സീറോകൾ ഇടാണ്. കുറേ സീറോ, ഈശ്വരന് കുറേ സീറോ. ഒന്ന് പ്ലസ് സീറോ എന്ന് ഒന്ന് പ്ലസ് സീറോ അതാണ് ഈശ്വരൻ. എത്ര സീറോ ഉണ്ട് പറയും. ജീവൻ എന്ന് പറഞ്ഞാലോ ഒന്ന് പ്ലസ് 1 സീറോ. പ്ലസ് ഇടണം, അല്ലെങ്കിൽ അർത്ഥം വന്നു. അതൊരു പുതിയ തന്നെ. അപ്പൊ ഒന്ന് പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? ഒന്ന് തന്നെ. ഒന്ന് പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? ഒന്ന് തന്നെ. അപ്പോ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പ്ലസ് സീറോ. ഈശ്വരൻ എന്ന് പറഞ്ഞാലോ ഒന്ന് പ്ലസ് സീറോ. അസി രണ്ടും ഒന്ന് തന്നെ. അതാണ് തത്വമസി എന്ന് പറയുന്നത്. നിങ്ങൾ ജീവൻ ഈശ്വരനാണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഉപാധികളെ നമ്മൾ ഉപേക്ഷിച്ചു. ഉപാധികൾക്ക് അതീതമായി പോകുമ്പോൾ ഞാനും ഈശ്വരനും ഒന്ന് തന്നെ. ഉപാധികൾക്ക് അതീതമായി ഉപാധികളുടെ മിഥ്യാത്വം മനസ്സിലാക്കും. അപ്പൊ സർവജ്ഞത്വം, സർവശക്തിമത്വം, സർവവ്യാപിത്വമൊക്കെ ഉപാധികമാണ്, ഉപാധികൾ കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ മുർമല്ല നമ്മുടെ പ്രസിഡന്റ്, അവരുടെ സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് മൂല്യമുണ്ട്. അവരുടെ സ്ഥാനത്തും പോയി കഴിഞ്ഞാലോ സാധാരണ. അപ്പൊ ഉപാധിയാണ് നമ്മെ ഈശ്വരനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ ഉപാധിക്ക് അതിന് ജഹാജഹ ദർശനം എന്ന് പറയും.
ചിലതിനെ നമ്മൾ ഉപേക്ഷിക്കണം, ചില അർത്ഥതലങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണമായ സ്ഥായിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉപാധിക്ക് അതിനതീതമായി നമ്മൾ പോകുമ്പോൾ ഈശ്വരനും ഞാനും അല്ലെങ്കിൽ തത്വമസി എന്നുള്ള അർത്ഥം മനസ്സിലാക്കും. പിന്നെ എങ്ങനെയാണ് ഉപാധിക്ക് അതീതമായി പോകുക? എങ്ങനെയാണ് ഉപാധി? ഇതിനാണ് വിവേക വൈരാഗ്യാഭ്യാന്തം നിരോധ. അഭ്യാസ വൈരാഗ്യാഭ്യ വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീര മനോബുദ്ധികളോടുള്ള താതാത്മ്യത്തെ നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കിയിരിക്കണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഓർമ്മകളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനാണ് വൈരാഗ്യം. അല്ലെങ്കിൽ വിശേഷേണത, അല്ലെങ്കിൽ എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഓർമ്മകളുണ്ട്, പക്ഷേ എനിക്ക് ഉള്ളതാണ് ഞാനല്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളല്ല. ഇത് വലിയൊരു വേദാന്തത്വമാണ്. എനിക്കൊരു കാറുണ്ട്, ഞാൻ കാറല്ല. അല്ല, എനിക്കൊരു വീടുണ്ട്, ഞാൻ വീടല്ല. എനിക്കൊരു കഴുതയുണ്ട്, ഞാൻ കഴുതയല്ല. അല്ലേ? എനിക്ക് എന്തുണ്ട്? അതിൽ നിന്ന് ഉപരിയാണ് എൻ്റെ സ്വരൂപം. അപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളല്ല. ഇപ്പം എങ്ങനെയാണ്? എനിക്ക് എന്തുണ്ടോ അതനുസരിച്ച് ഞാൻ എന്നെ വ്യാഖ്യാനിക്കുന്നു. അപ്പം ആധ്യാത്മിക തത്വം എന്താണ്? നിങ്ങൾക്ക് എന്തുണ്ടോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ അള്ളിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ വാച്യാർത്ഥം പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനാണെന്ന് പറയുന്നു. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് ലക്ഷ്യാർത്ഥം മനസ്സിലായില്ല. അപ്പം ഈ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിവേക വൈരാഗ്യങ്ങളുണ്ട്. അപ്പം ശാസ്ത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ വൈരാഗ്യം വേണം. അല്ലാതെ മനസ്സിലാവില്ല. എല്ലാത്തിലും അള്ളിപ്പിടിച്ചിരുന്നതിന് ശാസ്ത്രത്തെ മനസ്സിലാവില്ല. വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാത്തിനെയും നോക്കിക്കാണുന്നതിനുള്ള കഴിവാണ് വൈരാഗ്യം. നിരന്തരം പൊന്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസ പ്രപഞ്ചത്തെ നമുക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. അതാണ് നിങ്ങൾ ധ്യാനത്തിൽ ചെയ്യുന്നത്. ധ്യാനത്തിൽ എന്താണ് ചെയ്യുന്നത്? ബാഹ്യമായ വസ്തുക്കൾ അതിനെ കാണുന്നു, ആന്തരികമായ ചിന്തകൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. രണ്ടിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ ഭൗതികമായ ഈ താതാത്മ്യത്തിൽ നമുക്ക് മുക്തിയിടാൻ കഴിയും. ആ ഒരു വീക്ഷണത്തോടുകൂടി ഈ ഉപാധിക്ക് അതീതമായി. അപ്പോൾ ഉപാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപാധി എന്തൊക്കെയാണ്? ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെയാണ് നമ്മുടെ ഉപാധി. ഈ ഉപാധികളിൽ താതാത്മ്യം പ്രാപിച്ച് നമ്മൾ അതിൻ്റെ സീമിതമായ ഒരു വൃത്തത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ്. അതാണ് ദുഃഖത്തിന് കാരണം. എൻ്റെ മകൻ മരിച്ചു, എൻ്റെ ഭാര്യയെ വിട്ടുപോയി. അപ്പം നിങ്ങൾ അസ്തിത്വമൊക്കെ ഇതിൽ ചുരുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ അസ്തിത്വം ഒരു അച്ഛൻ്റെ അച്ഛൻ, ഞാൻ മകൻ്റെ അച്ഛനാണ്, ഭാര്യയുടെ ഭർത്താവാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സംഭവിക്കും. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ദുഃഖം സർവത്ര, അല്ലേ? അപ്പോൾ ദുഃഖത്തിന് കാരണം എന്താണ് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങൾ അന്വേഷിച്ചിരിക്കുക ദുഃഖത്തിന് കാരണം എന്താണ്? നമ്മുടെ ഈ മോഹം, ഇതിനോടെല്ലാം താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ശരീരമാണ്, ഞാൻ ബുദ്ധിയാണ്. അപ്പം ഇത് വിവേകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യ അസത്യ വിവേകം, നിത്യ അനിത്യ വിവേകം, ഇതെല്ലാം മാറുന്നതാണ്. മാറാത്ത ഒന്നുമില്ല. ഈ ഭാവത്തിൽ നമ്മൾ ഇരിക്കണല്ല. അപ്പം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ സക്രിയമായിട്ട് വർത്തിക്കാൻ കഴിയുന്നു. എല്ലാം മാറുന്നതാണ്. ഇതിപ്പോൾ എന്താ കാര്യം? അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സാധ്യമല്ല. ഈ കശ്ചിക്ഷണമി ജാതുതിഷ്ഠത്തെ കർമ്മത് കാര്യതേ ഗണശകർമ്മ സർവൈഹി പ്രകൃതിജൈഹി ഗുണൈഹി. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു താതാത്മ്യമാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ശാരീരികമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അല്ലേ?
അപ്പോൾ വെറുതെ ഇരിക്കുന്ന, ഒന്നും ചെയ്യാത്ത തൂഷ്ണീഭാവത്തിലിരിക്കുന്ന ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനൊന്നും ചെയ്യുന്നില്ല. എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീര മനോബുദ്ധികളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനെല്ലാം ചെയ്യുന്നുവെന്ന്. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന രണ്ടും താതാത്മ്യത്തിൽ ഇന്നുണ്ടാകുന്ന. പിന്നെ എന്താണ് ഞാൻ? സ്വാമി ഒന്ന് പറയൂ. എനിക്കിപ്പോൾ ഒന്നും പറയാൻ വയ്യല്ലോ. എന്ത് പറഞ്ഞാലാണ് എന്തെങ്കിലും ഒന്ന് പറയും അല്ലേ? എന്താണ് ഞാൻ പറയേണ്ടത്? ഒന്നും പറയണ്ട. മൗനം ബ്രഹ്മ, ബ്രഹ്മവിധം മൗനി. അപ്പൊ രണ്ട് ഭാഗത്തില്ല. നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും താതാത്മ്യം ഉണ്ടാവും. എന്തും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും താതാത്മ്യം ഉണ്ടാവും. അപ്പൊ എനിക്കിപ്പോ ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയായല്ലോ. ഒന്നും പറയാൻ പറ്റാത്ത, ഒന്നും പറയാൻ മൗനം വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വശിഷ്ടാന്തേ ബ്രഹ്മനിഷ്ഠേ ആചാര്യന്ത്രം കരകലിതരും. അപ്പൊ ഒരു ജ്ഞാനി ഒന്നും സംസാരിക്കും, വളരെ തുച്ഛമായിട്ട് സംസാരിക്കും. അതേ വാഗ്മിയാണ്, വാചാലനല്ല. ജ്ഞാനി വാഗ്മിയ. വാഗ്മി എന്ന് പറയുന്നത് എന്താർത്ഥം? വാചി മിതത്വം, ചുരുക്കം വാക്കുകളെ. ഹനുമാൻ ശ്രീരാമനെ കണ്ടപ്പോൾ, ലങ്കയിൽ പോയി തിരിച്ചു വന്ന് ശ്രീരാമനെ കണ്ടപ്പോൾ 2 വാക്യം പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിലോ വലിയൊരു 200 പേജിന്റെ പ്രബന്ധം എഴുതി, എന്നിട്ട് ഒന്ന് ആർക്കൊന്നും മനസ്സിലാക്കി. അപ്പൊ വാക്കിൽ മിതത്വം വേണം. മറ്റാളെന്താണ്? വാചാലനാണ്, ചപലമാണ്. അതൊന്നും ഇങ്ങനെ പറഞ്ഞു. അത് കുറച്ച് വാക്കുകൾ പറഞ്ഞാൽ മതി, കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാം നേടിയെടുക്കണം. അപ്പൊ ഞാൻ തൂഷ്ണീഭാവത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വളരെ കർമ്മനിരതനായിട്ടിരിക്കുന്നു, ഇത് 2 പറയുമ്പോഴും നിങ്ങൾ ശരീരത്താണ്. അപ്പൊ ഈ താതാത്മ്യം, ഇതിനാണ് വിവേകബുദ്ധി വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിവേകം? എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഈ മാറ്റങ്ങൾക്കെല്ലാം ആധാരമായി മാറ്റമില്ലാത്തതുണ്ട്. അതെന്താണത്? അത് ഞാനാകുന്ന ബോധമാണ്, അറിവാണ്, ചൈതന്യവും. ഈ ചൈതന്യത്തിൽ പൊന്തി മറിയുന്നതാണ് ഈ പ്രതിഭാസങ്ങളെല്ലാം എന്ന് കണ്ടുകൊണ്ട് ഗുണാഗുണേഷു വർത്തന്തേ എന്ന് കണ്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയും. ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ തത്വമസി എന്ന് പറയുമ്പോൾ ഈ വിരുദ്ധാംശത്തെ നമ്മൾ തെളിയിക്കണം. എന്താണ് വിരുദ്ധാംശം? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം. ഭഗവാന്റെ സമഷ്ടി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം. ജീവന്റെയോ വ്യഷ്ടി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം. വ്യഷ്ടി സമഷ്ടി ഉപാധികളെ ഉപേക്ഷിച്ച് അതിനുപരിയായിട്ട് പോകാൻ നമുക്ക് കഴിയണം. അതെങ്ങനെ കഴിയും? വൈരാഗ്യത്തിലൂടെ കഴിയും. വൈരാഗ്യമേവ അഭയം. വൈരാഗ്യമാണ് നമ്മുടെ അഭയത. വൈരാഗ്യം. ഒന്നിനോട് നാം ഒട്ടാതെ ഇരിക്കുന്നു, ഒട്ടാതെ എല്ലാത്തിലും ഏർപ്പെടുന്നു. വൈരാഗ്യമേവ അഭയം. അപ്പൊ ഈ വൈരാഗ്യത്തിലൂടെ, വിവേകത്തിലൂടെ നമുക്ക് ആത്മനിഷ്ഠത നേടാൻ കഴിയും. ഇതിലൂടെ മോക്ഷപ്രാപ്തി കിട്ടും. മറ്റൊന്നിലൂടെ മോക്ഷപ്രാപ്തിയില്ല. വേറെ എവിടെ പോയി നമുക്ക് തിരിച്ചു വരും. ആ ബ്രഹ്മ ഭുവനാന്തോക്കാൻ പുനരാവർത്തിയെന്ന്. വേറെ ഏത് ലോകത്തിൽ പോയാലും പോയി വച്ചാൽ തിരിച്ചു വരുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് വീണ്ടും തിരിച്ചു വരും, പഴയ സ്ഥലത്തന്നെ പോകാം. അപ്പൊ പോക്കുവരത്തുകളില്ലാത്ത ഒരു സ്ഥാനമാണ് മനുഷ്യൻ. പോകാനും വരാനും പോക്കുവരത്തില്ല. ഇതിന് വിവേകം, ഇത് പതഞ്ജലി യോഗസൂത്രമായാലും ഭഗവത്ഗീത ഇതന്നെ പറയുന്നത് വിവേക വൈരാഗ്യാഭ്യാസം തന്നെയാണ്. അപ്പൊ വിവേക വൈരാഗ്യങ്ങൾ വരുമ്പോൾ നാം നിഷ്ഠനായി തീരുമോ? അതാണ് ഒരു സംശയം.
ഒന്നും ചെയ്യാതിരിക്കുന്നു. ശരീരമനോബുദ്ധികളിൽ ചലിച്ചുകൊണ്ടിരിക്കും. അതതിൻ്റെ സ്വഭാവമാണ്. മനസ്സ് ചിന്തിക്കും, ബുദ്ധി ചിന്തിക്കും, ശരീരം പ്രവർത്തിക്കും, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതിലത് താതാത്മ്യമില്ല. താതാത്മ്യമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് എന്നെ അപ്പൊ ഈ വിരുദ്ധാംശത്തെ ത്യജിച്ചുകൊണ്ട് പോകുമ്പോൾ, ഈ ഉപാധികൾക്ക് ഉപരിയായിട്ട് പോകുമ്പോൾ, ചൈതന്യം ഈ ജീവനിലും ഈശ്വരനും ഒന്ന് തന്നെയാണ്. ചൈതന്യാംശം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന് ഉദാഹരണം പറയും സ്വയം ദേവത, സ്വയം ദേവത. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ ഈ ഉപാധികൾ നമുക്ക് ഇങ്ങനെയാണ് ശാസ്ത്രം മനസ്സിലാക്കുന്നത്. സ്വയം ദേവത, സഹ അയം ദേവത. ദേവതത്തിൻ്റെ ഒരാളുടെ പേരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്വാമി വീട്ടിൽ പോകുന്നു, അച്ഛൻ മകനെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ സ്വാമി ചോദിക്കുന്നു, ഞാനൊരു 15-20 കൊല്ലത്തോളം നമ്മൾ ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ ആ കുട്ടിയുടെ. അപ്പം അച്ഛൻ മകനെ ഉള്ളിന്ന് വിളിച്ചു, ദേവദത്ത അവിടെ വരും. അപ്പോൾ 6 അടി പൊക്കമുള്ള 7 അടി പൊക്കമുള്ള മീശയൊക്കെ വെച്ച് അടിയൊക്കെ വെച്ചിട്ടുള്ള കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുള്ള ഒരാളെ വന്നു. അപ്പോൾ സ്വാമി ചോദിച്ചു, ഇദ്ദേഹത്തെയാണ് ഞാൻ ചോദിക്കുന്നത്. കുട്ടിയുണ്ടായിരുന്നു. സഹാ ദേവദത്ത, ആ ദേവതനെ ഇവിടെ പോയി ചോദിച്ചു. അന്ന് ഞാൻ 20 കൊല്ലം മുമ്പ് ദേവതനെ ഇവിടെ പോയി. അപ്പം അച്ഛൻ പറഞ്ഞു സ്വാമിയോട്, അയം സഹ ദേവദത്ത, ഈ ദേവതയാണ് ആ ദേവത. സ്വാമി ആദ്യമായിട്ട് വേദാന്തം മനസ്സിലാക്കിയാൽ പോയാണ് സഹായം ദേവദത്ത എന്നത്. ഈ ഇപ്പൊ നിങ്ങൾ കാണുന്ന ദേവദത്തല്ലേ, 7 അടി പൊക്കമുള്ള ദേവദത്തൻ. ഈ ദേവദത്തൻ 1 അടി പൊക്കമുണ്ടായിരുന്ന ആ പിഞ്ച് ശിശുവായിട്ട് ദേവദത്തൻ, 2 ഒരേ ദേവദത്തൻ. പിന്നെ എന്താണ് വ്യത്യാസം? അന്നത്തെ കാലത്ത് ആ രൂപത്തിലുള്ള ദേവദത്തനും ഇന്നത്തെ കാലത്ത് ഈ രൂപത്തിലുള്ള ദേവദത്തൻ, അത് രൂപം മാത്രമാണ്, വേഷം മാത്രമാണ്. ശരീരദൃഷ്ടിയാണ് വ്യത്യാസം, ആത്മദൃഷ്ടിയ വ്യത്യാസം. അപ്പൊ ശരീരദൃഷ്ടിയായ ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂത്രേമണികളായ ഈ എല്ലാ മാറുന്ന ഭാവങ്ങളിലും മാറാത്തൊരു സൂത്രമുണ്ട്. സൂത്രം എന്ന് പറഞ്ഞൊരു നൂലുണ്ടെന്നാണ്. സൂത്രം എന്നുള്ള അർത്ഥത്തിൽ നൂല്. അതിലേക്ക് നമ്മൾ തിരിച്ചിരിക്കും. ഇപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് അതീതമായിട്ടുള്ള ആ തുര്യാവസ്ഥ, അതിന് വിവേക വൈരാഗ്യാദികൾ. അതിന് എന്താണ് ഈ നിത്യവും അനിത്യവും തമ്മിലുള്ള ബന്ധം നമുക്ക് അപ്പോഴാണ് തത്വമസിയില. ഇതാണ് വേദാന്തം, ദ്വൈതം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് സ്വീകരിക്കും. ഞാൻ ഈശ്വരൻ്റെ ദാസനാണ് എന്നുള്ള അർത്ഥം ചെയ്യും. അത് ശാസ്ത്ര സംഭവം. അല്ലെങ്കിൽ ഈശ്വരൻ്റെ അംശമാണ് എന്ന് നിങ്ങൾക്ക് സ്വീകരിക്കും. അല്ലെങ്കിൽ ഞാൻ ആഴത്തിൽ പോകുമ്പോൾ ജ്ഞാനാവസ്ഥയിൽ ഞാനും ഈശ്വരനും തമ്മിൽ ഇതിലേതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമെന്താണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്നതാണ്, അത് സ്വീകരിക്കാൻ. അപ്പോൾ ഇത് 3 നമ്മുടെ ആചാര്യന്മാരാണ്. ബുദ്ധാചാര്യനും രാമാനുജാചാര്യരും ശങ്കരാചാര്യരും നമ്മുടെ ആചാര്യന്മാർ തന്നെ. ഇതിലെല്ലാത്തിനും യോജിപ്പിക്കേണ്ട സമയദൃഷ്ടിയാണ്, സമന്വയ ദൃഷ്ടി. ചിലപ്പോഴൊക്കെ ഞാൻ ദ്വൈതഭാവത്തിലാണ്, ചിലപ്പോഴുള്ള ഞാൻ അദ്വൈത ഭാവത്തിലാണ്, ചിലപ്പോഴുള്ള ഞാൻ അംശഭാവം. ഹനുമാനോട് ചോദിച്ചു, നിങ്ങളുടെ ഭഗവാനായിട്ടുള്ള ബന്ധം? ഭഗവാൻ പറയും, ദേഹബുദ്ധിയ തവ ദാസോ. ദേഹബുദ്ധി വരുമ്പോൾ ഞങ്ങളുടെ ദാസിനെ വരും. ജീവബുദ്ധിയ തൊതംശ, ജീവബുദ്ധിയിൽ ഞാൻ അങ്ങയുടെ ഒരംശമാണ്.
ആത്മവിദ്യ ത്വമേവ. അപ്പൊ ഏത് തലത്തിലാണ് നിങ്ങളുള്ളത്? ഇപ്പോഴും ദേഹബോധം നമ്മൾ വരുന്നു, അപ്പൊ നമുക്ക് ദാസന. ജീവബോധം വരുമ്പോഴോ ഒരംശം, ആത്മബോധത്തിലോ ത്വമേവ, ഞാനും ഭഗവാൻ തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് ഈ 3 തലത്തിൽ സഞ്ചരിക്കാം. സ്ഥൂലമായ തലം, സൂക്ഷ്മമായ തലം, സൂക്ഷ്മമായ തലത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നാം ദേഹത്തോട് താതാത്മ്യം വരുന്നത്. അപ്പോൾ ഒരു ദാസന്റെ ഭാവമില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, പ്രവർത്തിർബോധാനം ജ്ഞാന സർവ്വമിതം തതും സുകർമ്മണാത്തം ധരിച്ച. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരാരാധന. അതിൽ നമുക്ക് മനസ്സിന് ശാന്തി വരും. ആ ശാന്തി ഭാവത്തിൽ ഞാൻ ഈശ്വരന്റെ അംശമാണെന്ന് അതിൽ ധ്യാനാത്മകത വരും. അപ്പൊ ഞാൻ ഈശ്വരനും ഒന്ന്. അപ്പൊ ഈ 3 ഭാവത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് അസഭാവത്തിലും അംശഭാവത്തിലും അല്ലെങ്കിൽ ഐക്യഭാവം, അനന്യചിന്തയന്ത്രം എന്ന് പറയുന്ന ഭാവത്തിൽ നമുക്ക് വർത്തിക്കാൻ. ഇതാണ് തത്വമസി. അസി എന്ന് പറയുമ്പോൾ അങ്ങനെ 3 തലത്തിൽ നമുക്ക് അർത്ഥം. വേദാന്തത്തില് അസി എന്ന് പറയുന്നത് ഐക്യാർത്ഥത്തിലാണ്, ഞാൻ തന്നെ ഈശ്വരൻ. അപ്പൊ അവിടെ ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഹം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ശരീര മനോബുദ്ധികൾക്ക് അതീതമായ ചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈശ്വരൻ എന്ന് പറയും. അപ്പൊ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? സ്ഥൂല സമഷ്ടി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് അതീതമായ ചൈതന്യമാണ് ഈശ്വരൻ. അത് മനസ്സിലാക്കിയാൽ ഇത് രണ്ടൊന്നാണ് മതി. അല്ലാതെ രണ്ടൊന്നാണെന്ന് പറയുന്നതാണ്. ഇത് മനസ്സിലാക്കി വിവേകവൈരാഗ്യാദികൾ പകർത്തി ആത്മഭാവത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യശാന്തിയായിരിക്കും. വേറെ ശാന്തി ഏതാണ്? മുക്തിയെന്ന് പറയും. അതിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാം. മുക്തിക്ക് വേണ്ടി വേറെ എവിടെയാണ് പോകണം? ഈ കസേരയിൽ നിങ്ങൾക്ക് മുക്തി പ്രാപിക്കാം. ഈ കസേരയിൽ നിങ്ങൾക്ക് മുക്തി പ്രാപിക്കാം. അപ്പൊ അതിന് ജഹാജഹദൃഷ്ടം, സ്വയം ദേവതത്വം. ചിലത് ഉപേക്ഷിക്കുന്നത്. എന്താണ് ഉപേക്ഷിക്കുന്നത്? ഉപാധികളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനതീതമായിട്ടുള്ള തത്വത്തിലേക്ക് പോകുമ്പോൾ ഞാനും ഈശ്വരനാണ്. ഇതാണ് തത്വമസി. തത്വമസി അതിന് ഭഗവാൻ പല ഉദാഹരണങ്ങളും കൊണ്ടുവരും. തത്വമസി പല ഉദാഹരണങ്ങൾ വളരെ സൂക്ഷ്മമാണത്. സൂക്ഷ്മതലത്തിലേക്ക് പോകണം എന്നാണ് അത് മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. ഇവിടെ 2 ചോദ്യം. ചില കുട്ടികൾ സ്വർഗത്തിൽ നിന്നും വന്നവർ എന്ന് പറഞ്ഞുവല്ലോ. സ്വർഗം നരകം എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിന് ഒരു നിർവചനമുണ്ട്. സ്വർഗേ ലോകേ ഭയം കിഞ്ചനാസ്തി തത്രത്വം ജരയാ വിവേദി ഹൃദയതീർത്വാശനായ പിപാസേ ശോകാദികോ മോദതേ സ്വർഗലക്ഷ്മികേ. നിർവചനമുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആവശ്യങ്ങളും തൃപ്തിപ്പെട്ട ഒരു സ്ഥലത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗേ ലോകെ ഭയം കിട്ടുന്നത്. സ്വർഗത്തിൽ ഭയമില്ല. നമ്മൾ വയസ്സാവില്ല. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അത്രയും കാലം വയസ്സാവില്ല. 16 വയസ്സിലെ 14 വയസ്സ്. സ്വർഗേ ലോകെ ഭയം കിട്ടുന്ന അഗ്നത്രസ്തം എന്നറിയാൻ മരണമില്ല, വാർദ്ധക്യമില്ല, വിശപ്പില്ല, ദാഹമില്ല. അത് സ്വർഗമാണെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്വർഗത്തില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല. സ്വർഗേ ലോകേ ഭയം കിഞ്ചനാസ്തി തത്രത്വം ജരയാ വിവേദി ഉഭയത്തിൽ അശനായ വിപാകേ ശോകാദികവുമാണ്. സ്വർഗത്തിന്റെ പ്രത്യേകത ചേത്തം ഭുക്ത്വാ സർവലോകം വിശാലം ക്ഷീണേ പുണ്യം. കുറച്ചു കാലം ആ പുണ്യമുള്ളിടത്തോളം കാലം അവിടെ ജീവിക്കും. പുണ്യം നശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും.
അത് ഈ ഗോവയിലൊക്കെ പോകുന്നില്ല. എത്ര കാലം ഗോവയിൽ പോയി കുടിക്കാൻ പറ്റും? പൈസ ഉള്ളവർക്ക് വന്നു, പൈസ കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇങ്ങനൊരു സ്ഥലമുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമുക്ക് വിശപ്പും ദാഹവും ഇല്ലാതെ, ഭയമില്ലാതെ ഇരിക്കുന്ന എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? നിങ്ങൾ അന്വേഷിച്ചു. ഉറക്കത്തിൽ വിശപ്പുമില്ല, ദാഹവുമില്ല, ഭയവുമില്ല, ഭാര്യയുമില്ല, ഭർത്താവുമില്ല, കുട്ടികളില്ല, ധനമില്ല, വീടില്ല, ഒന്നുമില്ല. അപ്പൊ ഉറക്കത്തെ സ്വർഗം എന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ചു. ആലോചിച്ചു, ഉറക്കത്തെ സ്വർഗം എന്ന് പറയാൻ പറ്റും. ഇനി ധ്യാനത്തിന് നമ്മൾ കണ്ണടിച്ചിരുന്ന് ധ്യാനിക്കുക. മനസ്സിനെ വീക്ഷിച്ചുകൊണ്ട് മനസ്സിനധികം അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഭയങ്ങളും വിട്ടുകൊടുക്കും. അതിനെ സ്വർഗം എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ സ്വർഗം വളർത്തും. പക്ഷെ ചെത്തം മുക്ത സ്വർഗബോധം വിശാലം ശൂന്യെ കൊണ്ട് വീണ്ടും തിരിച്ചു. അതിനവിടെ കുഴപ്പം. ഉറക്കത്തിൽ നിന്ന് തിരിച്ചു. എപ്പോഴും ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിൽ നിന്ന് തിരിച്ചു, സ്വർഗത്തിൽ നിന്നും തിരിച്ചു വരും. അല്ലെങ്കിൽ ശുദ്ധമായിട്ട് നമ്മളൊരു സ്ഥലത്താണ് ഭക്ഷണം കഴിച്ച്, കുറച്ച് പായസം കഴിച്ച്, ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ചിന്തകളൊന്നുമില്ല. അതിനെ സ്വർഗം എന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ അതിനെയും സ്വർഗം എന്ന് പറയാം. വേറെ എന്തോ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിന് നിങ്ങൾക്ക് പല വിധത്തിലുള്ള അർത്ഥങ്ങൾ കൊടുക്കാം. ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ്? ഭയമില്ല, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ മരണത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മരണം എല്ലായിടത്തും കാണുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചിന്തകളില്ല. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഭയമില്ല. അപ്പൊ സ്വർഗം ഒരു സങ്കല്പമാണ്, മനുഷ്യന്റെ ഒരു സ്വർഗസങ്കല്പം. ഇപ്പൊ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും അമേരിക്കയിൽ പോകാനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ വളരെ സ്വർഗമായി. അവിടെ പോയാലേ അറിയുള്ളൂ എത്ര സ്വർഗം. പണ്ട് കാലത്ത് റഷ്യയിൽ പോകുന്നതാണ് സ്വർഗം. എല്ലാവരും റഷ്യയിൽ പോയി കഴിഞ്ഞാൽ സുഖമായി. അവിടെ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അത്ര വലിയ സുഖം. തിരിച്ചു പോകും. അപ്പൊ സ്വർഗം എന്നുള്ള മനുഷ്യന്റെ ഒരു ഭാവനയാണ്. എനിക്ക് ഭയവും വിശപ്പും ദാഹവും രോഗവും വാർദ്ധക്യവും ഒന്നുമില്ലാത്ത ഒരവസ്ഥ എനിക്ക് വേണം. ശാസ്ത്രം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു ഭൗതിക സ്വർഗം നിർമ്മിക്കാനായിട്ട്. അപ്പൊ ഭൗതിക സ്വർഗമാവാം, ആത്മീയ സ്വർഗമാവാം, വൈകാരിക പല വിധത്തിലാണ് നമ്മൾ സ്വർഗത്തെ. അപ്പൊ ഈ സ്വർഗത്തിൽ നമുക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ നഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് എപ്പോഴും ഒരു ഒരു പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതം. കുറേ കാലം കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ജീവിക്കുക. കുറെ കഴിയുമ്പോൾ മരിച്ചുപോയി. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ പ്രതീക്ഷകളാണ്. നാളെ ഒക്കെ ഭംഗിയാണ്. അതിനെയും സ്വർഗം. അപ്പൊ സ്വർഗം വളരെ വിപുലമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. അത് രീതിയിൽ നമുക്ക്. അപ്പൊ കുട്ടികൾ സ്വർഗത്തിൽ നിന്ന് വന്നാൽ ഞാനൊരു തമാശ പറഞ്ഞാണ്. കുട്ടികൾ ചിരിക്കുമ്പോൾ കരയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നവനായിരിക്കും, വീണവനായിരിക്കും. ഇവിടെ ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ സീരിയസ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ സ്വർഗം എന്നുള്ള വാക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ ഉപയോഗിച്ചു. അതിലിങ്ങനെയാണ് കാണുന്നത്. നരകം എന്താണ്? ഇപ്പൊ ഞാനത് വിശദീകരിക്കേണ്ട കാര്യം, നമ്മളൊക്കെ നരകത്തിലാണ്. നരകവും നഗരവും തമ്മിലുള്ള വ്യത്യാസമില്ലാണ്. നഗരം എന്ന് നമ്മൾ പറയുന്നത് പട്ടണം, അവിടുത്തെ ജീവിതം തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് നരകത്തിലാണ്. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. സ്വർഗം എന്ന് കുറച്ച് വിശദീകരിക്കാനുണ്ട്. അപ്പൊ നരകത്തിലുള്ള ആൾക്കാർ കരയും, നരകത്തിൽ നിന്ന് വന്നവർ കരയും. എന്താ നരകത്തിലെ പ്രത്യേകത? അവിടെ മറ്റേ ചുടുവെള്ളത്തിൽ നമ്മളിട്ട് മുക്കും, നാക്ക് മുറിക്കും,
അത് തന്നെ ചൂടുള്ള മറ്റേ ഇരുമ്പ് തൂണുകൾ കെട്ടിപ്പിടിക്കണം, മലത്തിൽ തലകുത്തി നിൽക്കണം. ഇതൊക്കെയാണ് നരകത്തിൽ. അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയും അവിടെ രക്ഷപ്പെടാൻ മതി. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ നമ്മൾ ഭാവന ജീവികളാണ്, ഭാവനയാണ് ബുദ്ധിമുട്ട്. പ്രായോഗിക ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊരു 9 മണിക്കൂർ ജീവിക്കുന്നു, ചിലപ്പോൾ 8 മണിക്കൂർ ജീവിക്കും. ബാക്കിയുള്ളതെല്ലാം ഭാവനയാണ്. ഈ ലോകം തന്നെ നമുക്കൊരു ഭാവനയാണ് അല്ലേ? നമ്മുടെ മസ്തിഷ്കത്തിൽ വരുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വിദ്യമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ഭാവനയിലൂടെ അതൊക്കെ ഇതൊരു ലോകമാണ് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഭാവന, അതിന് മേലെ വേറൊരു ഭാവന. അപ്പൊ സ്വർഗം എന്നുള്ള സങ്കല്പം വേണം നമുക്ക് ജീവിക്കാൻ. നരകം എന്നുള്ള സങ്കല്പവും അതൊക്കെ ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞത് ആ നമ്മുടെ വിപുലമായ അർത്ഥത്തിൽ പറഞ്ഞാണ്. സ്വർഗം നരകം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? കുറച്ച് മനസ്സിലായി എന്താണ് സ്വർഗം, എന്താണ് നരകത്തെ വിശദീകരിക്കുന്നു. ഇതൊക്കെയാണ് നരകം, ഇതൊക്കെയാണ് സ്വർഗത്തിൽ. ഭാവന ജീവികളാണ്. ഒരു 8 മണിക്കൂറേ പ്രായോഗിക ജീവിതത്തിലുള്ളൂ. ബാക്കിയെല്ലാം സ്വപ്നം കാണലും ഭാവനയിലും വാചകങ്ങളിലും വാക്കുകളിലൊക്കെയാണ്. ഒരു വാക്ക് നിങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഞാൻ നിങ്ങളൊരു കഴുതയാണ്. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, സ്വാമി എന്താണ് പറയുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ കഴുതയാണ്. എന്നെ അച്ഛനും എന്നെയും കഴുതാന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നമ്മൾ ആ ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി അങ്ങനെ ചിന്തിച്ചു ഉറപ്പാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളെ ഒരാളുകൾ മഹാബ്ധിമാനാണ് പറയുന്നത്. മഹാബ്ധിമാൻ അതിങ്ങനെ മനസ്സിലിങ്ങനെ ആ വാക്ക് നിങ്ങളുടെ ജീവിതത്തെ, ഭാവനകളെ, സ്വപ്നങ്ങളെ, അനുഭവങ്ങളെ സ്വാധീനിക്കും. വാക്കിന് വലിയ പ്രാധാന്യം. ഇപ്പൊ ചില കുട്ടികൾ സ്വർഗത്തിൽ നിന്ന് വന്നവരെന്ന് പറഞ്ഞുവല്ലോ, സ്വർഗം നരകം എന്ത് ഇങ്ങനെയാണ്. ഇപ്പൊ മനസ്സിലായി? ആരോഗ്യത്തിന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതിന് പല ഭാവത്തിൽ നമുക്ക് അർത്ഥം കൊടുക്കാം. ഇനി മറ്റൊന്ന്, തത് ഈശ്വരൻ സഗുണബ്രഹ്മമാണ് നമ്മുടെ സ്വരൂപം എന്നാണ്. അല്ല, മനസ്സിലായില്ലല്ലോ. ഈശ്വരൻ സഗുണബ്രഹ്മമാണ്, സമുഷ്ടിയുപാധി ഉപഗത ചൈതന്യം. നമ്മളെന്താണ്? വ്യഷ്ടിയുപാധി, ഉപാധികളെ മാറ്റണം. ഉപാധികളെ മാറ്റിയാലേ ഞാനും ഈശ്വരനും ഒന്നെന്ന് പറയുന്നത്. ഉപാധിയോട് താതാത്മ്യമുള്ള ആൾക്കാർക്ക് ഞാനും ഈശ്വരനും എന്ന് പറയുന്നത്. നിങ്ങൾ ഈശ്വരൻ്റെ ഒരു ദാസനാണെന്ന് അംശമാണെന്ന് പറയുന്നത്. അപ്പം അതിന് പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യം വേണം. പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യം എന്ന ആൾക്കാർക്ക് ഞാനും ഈശ്വരനും ഒന്ന്. അവർക്ക് ദുഃഖവിമുക്തി ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാവർക്കും ദുഃഖമുണ്ടാകും. അപ്പം ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വൈരാഗ്യത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കാൻ സാധ്യമാണ്. സാധ്യമല്ല എന്ന് പറയുന്നത് സാധ്യമാണ്. നമ്മൾ പരിശോധിക്കണം. അപ്പം തത് ഈശ്വരൻ സഗുണ ബ്രഹ്മമാണ് നമ്മുടെ സ്വരൂപം എന്നാണ് തത്വമസി പറയുന്നത്. നമുക്ക് മനസ്സിലായില്ലേ? നിർഗുണ ബ്രഹ്മമാണ് ഉള്ളത്, ബാക്കിയെല്ലാം ഇല്ലാത്തതാണ്. ഉപാധികളെല്ലാം ഇല്ലാത്തതാണ്. എന്താണ് കാരണം? ഉപാധികൾ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഉപാധികൾ എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളെ നമുക്ക് ഭൂമി ജലത്തിലേക്കും, ജലം അഗ്നിയിലേക്കും, അഗ്നി വായുവിലേക്കും, വായുവിനെ ആകാശത്തിലേക്കും, ആകാശത്തെ ത്രിഗുണങ്ങളിലേക്കും, ത്രിഗുണങ്ങളെ സ്വകാമയത ഒരു ചിന്തയിലേക്ക് നമുക്ക് ഒതുക്കാൻ കഴിയും. അത് ചൈതന്യത്തിലുണ്ടാകുന്ന ചെറിയൊരു വൃത്തിയാണ് ഈ ത്രിഗുണങ്ങളായിട്ട്. അപ്പം ആത്യന്തികമായിട്ട് നിർഗുണ ബ്രഹ്മം മാത്രമേ ഉള്ളതാണ് വേദാന്തം പറയുന്നത്. സഗുണ ബ്രഹ്മം എന്ന് പറയുന്നത് മിഥ്യയാണ്, ഒരു മിത്ത്. ശങ്കരാചാര്യ പേടിക്കുന്ന വാക്ക് അതിന് സത്യ മിഥ്യ.
ഇംഗ്ലീഷ് അതിന് മിത്ത് എന്നുണ്ട്. അപ്പം ആരെങ്കിലും കടം കൊടുക്കാൻ ശങ്കരാചാര്യ ഇംഗ്ലീഷിന് കടം കൊടുക്കുക, ഇംഗ്ലീഷുകാർ ശങ്കരാചാര്യനെ കടം കൊടുക്കുക വാക്ക് മിത്ത്, മിഥ്യ. എന്താണ് മിഥ്യ എന്ന് പറയുന്നത്? അത് ഉണ്ടായി ഇല്ലാതാകുക. അത് ഉണ്ടായി ഇല്ലായിത്തീരുന്ന എല്ലാത്തിനെയും നമുക്ക് മിഥ്യ. അപ്പൊ ആ ഒരു മിഥ്യാഭാവത്തോടു കൂടി പ്രപഞ്ച വ്യാപാരങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ജ്ഞാനം, അവബോധം ഉണ്ടാകുന്നു. പ്രപഞ്ച വ്യാപാരം ഓടിപ്പോകേണ്ട കാര്യമില്ല. ഓടിപ്പോകുന്നതും അത് മിഥ്യ എന്താണെന്ന് മനസ്സിലാക്കത്തുകൊണ്ടാണ്. അല്ല, സിനിമ നമ്മൾ കാണുമ്പോൾ സിനിമയിൽ വലിയ യുദ്ധം നടക്കുകയാണ്, അതും 3 ID മൂവിയാണ്, 4 ID യുദ്ധം മാത്രമല്ല, റോക്കറ്റ് നിങ്ങളുടെ മൂക്കിലേക്ക് വരികയാണെങ്കിൽ അല്ലേ, 3-4 ID ഒക്കെ കാണുമ്പോൾ. പക്ഷേ തുടക്കത്തിൽ നമുക്കൊരു പരിഭ്രമം വരും, നമ്മുടെ സംസ്കൃതം ഉൾക്കൊള്ളാൻ കഴിയും, പലരും കണ്ണടയ്ക്കുകയൊക്കെ ചെയ്യും. ക്രമേണ മനസ്സിലാക്കി. എന്താ മനസ്സിലാകുന്നത്? ഇത് മിഥ്യയാണ് അല്ലേ? അത് കാണുമ്പോൾ ഇപ്പം നമുക്ക് സന്തോഷമായി, സന്തോഷത്തോടുകൂടി ഇതെല്ലാം കാണുന്നതിന് നമുക്ക് കഴിയും. ഇതുപോലെ നമ്മുടെ അന്ധക്കരണമാകുന്ന ആ സ്ക്രീനിൽ വരുന്ന എല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. വേറെ രക്ഷകളും മാർഗമില്ല, വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാൽ നമ്മൾ വയസ്സാവും, നമുക്ക് രോഗങ്ങൾ വരും, നമ്മൾ മരിക്കും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നമ്മൾ ഉപേക്ഷിച്ച് പോകും, പോയി നമുക്ക് മടുത്ത് വരും. ഇനി എന്നാ നീ അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കും അല്ലേ? തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും, എന്നാ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മുക്തി അതെങ്ങനെ സാധ്യമാണ്? അപ്പൊ സംസാരത്തിൽ നിന്നുള്ള മുക്തിയല്ല, സംസാരത്തിൽ നിന്നിട്ടുള്ള മുക്തിയാണ്. അത് നമുക്ക് സാധ്യമാണ്. മറ്റെല്ലാം ദുഃഖപ്രദം തന്നെ. ഇപ്പൊ ഭഗവാനെ നമ്മൾ പൂജിച്ചു, ആരാധിച്ചു, ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു, വിത്തം ചമേ, ധനം ചമേ, ദ്രവിഡം ചമേ, യശസ്ചമേ, പൂജി എന്നെല്ലാം പറഞ്ഞു യാഗങ്ങൾ, യജ്ഞങ്ങൾ. പലപ്പോഴും നാം വിചാരിച്ചമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനോട് നമുക്ക് ദേഷ്യം, ഞാൻ ഇത്രയും വലിയ ഭക്തനായിട്ട് എനിക്ക് ഇത്ര കഷ്ടപ്പാടുള്ളൂ. അപ്പൊ അതിന് നമ്മളൊരു ലോജിക്ക് കൊടുക്കും. ഭഗവാൻ നമ്മളെ കഷ്ടത്തിലേക്ക് എന്തിനാ ഭഗവാനുള്ള അടുക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാൻ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കുറെ കഷ്ടം കൊടുക്കുക, അപ്പൊ അതുകൊണ്ട് മക്കൾ നിങ്ങളോട് കൂടുതൽ അടുക്കെന്ന് പറയുന്നത് ശരിയാണ്? അടുക്കല്ലേ, അകന്നു പോയി. അപ്പൊ അവസാനം നമുക്ക് ഈ അദ്വൈത ദൃഷ്ടി, വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുന്ന അദ്വൈത ബുദ്ധി നിങ്ങൾ, അതിന് യാതൊരു സംശയമില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അദ്വൈത ദർശനമാണ് നമുക്ക് വന്നത്. ഞാൻ അന്വേഷിക്കുക, അതിന്റെ ചുരുക്കാർത്ഥം എന്താണ്? ഞാൻ അന്വേഷിക്കുന്ന ആനന്ദം ഞാൻ തന്നെയാണ്. എന്നിട്ട് ആനന്ദത്തോടു കൂടി ഈ ലോകത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ആനന്ദത്തിന് വേണ്ടിയല്ല, അതെൻ്റെ ഒരു ഫോർമുലയാണത്. ആനന്ദത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കുക, ആനന്ദത്തിന് വേണ്ടിയല്ല. അത് ചെയ്യുമ്പോൾ നിങ്ങൾ സമാധിയിലാണ്. എല്ലായ്പ്പോഴും ആ സമാധി സാധ്യമാണ്. ശ്രീകൃഷ്ണ കരമാണ് ജനിച്ചൊരു ജയിലിൽ, ജനിച്ച ഉടനെ അച്ഛനന്മാരിൽ നിന്ന് വേർപെടുത്തി വേറെ ഏതൊരു വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് അതും വിട്ടുപോയി അമ്മാവനെ വേണ്ടി യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞ് അതും വിട്ടു ദ്വാരകയിൽ, അവിടെ ഒരു ചെറിയ പട്ടണമൊക്കെ സ്ഥാപിച്ച് ജീവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ വലിയ യുദ്ധം വഴക്കായി. ഭഗവാൻ അതും ഉപേക്ഷിച്ചു. അദ്ദേഹം മരത്തിന് മുകളിൽ കയറി. കാരണം ആൾക്കാരൊക്കെ അടിയിലേക്ക് നോക്കും, മുകളിലേക്ക് നോക്കില്ല. അപ്പൊ അവിടെ പോയി അങ്ങനെ ഒരു വേടന്റെ അമ്പായിട്ട് ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു.
നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ജീവിതത്തിൽ വലിയ സുഖമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഭഗവാനെ കുറിച്ച് ശ്രീകൃഷ്ണനെ കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ മനസ്സിലെന്താ വരുന്നത്? എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് അല്ലേ? അത് തന്നെ ശ്രീരാമന്റെ ജീവിതത്തിലാണ് തന്നെ ദുഃഖമേ ഉള്ളൂ. പക്ഷെ ഭഗവാനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഈ ലോക ജീവിത നാടകം ആടിക്കൊണ്ട് തന്നെ ഇതൊരു നാടകമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആത്മഭാവത്തിൽ തത്വമസി അതാണ് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആനന്ദം അന്വേഷിക്കരുത്. നിങ്ങൾ ആനന്ദത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആനന്ദത്തെ അന്വേഷിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആനന്ദ സ്വരൂപം. അതാണ് ചുരുക്കത്തിൽ. ഇത്രയും വലിയ പറഞ്ഞു ചുരുക്കത്തിൽ അർത്ഥമല്ല ആനന്ദത്തോടുകൂടി. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഇവിടെ ക്രിയേറ്റീവ് ഉള്ളൊരവസ്ഥയാണ്, സർഗാത്മകരവസ്ഥയാണ് ആനന്ദം. ആനന്ദാധ്യേവകൾ വിമാനി ഭൂതാനിലായന്റെ ആനന്ദേനല്ലാതാണ് ജീവന്റെ ആനന്ദം പ്രയന്തി സംവിശന്തി സൈഷാഭാരവീവാണി വിദ്യ. ഈ ആനന്ദവും ഭോഗസുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ആനന്ദം എന്ന് പറയുമ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടും ലഡ്ഡു കഴിച്ചിട്ടും ജിലേബി കഴിച്ചിട്ടും ആനന്ദമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഭോഗത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദമല്ല, യോഗത്തിൽ നിന്നുള്ള ആനന്ദം. യോഗാനന്ദം, ഭോഗാനന്ദം തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. ഭോഗാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. യോഗാനന്ദം പറഞ്ഞാൽ ആഗ്രഹങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണം. അത് ഈ രണ്ട് ജീവിത ശൈലികൾ, യോഗാനന്ദവും ഭോഗാനന്ദവും, ജ്ഞാനാനന്ദവും ഭോഗാനന്ദവും വ്യത്യാസം. ഇത് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ജീവിതം സാർത്ഥകമായി തീരും. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായോ? രണ്ടാമത്തെ ചോദ്യത്തിന് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടാകും? ഒരു ചോദ്യമില്ല, മൗനം. അപ്പൊ തത്വമസി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇട്ടിട്ടില്ല. തത്വമസി തത്വമസി. യെസ്, സ്വാമി പറയുന്ന അദ്വൈതം ഒരുപാട് വർഷം ഞാൻ കേട്ടോണ്ട് വന്ന് മാക്സിമം ഡിറ്റാച്ച്മെന്റിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും പരോക്ഷ ജ്ഞാനം ഉള്ളതിന് ഒരിനം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പരോക്ഷ ജ്ഞാനത്തെ അപ്പുറത്ത് ആ സന്തോഷം, ആത്മസന്തോഷം, ഇത് ആത്മജ്ഞാനം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിൽ എനിക്ക് ബോധയിലുള്ളതേ നമ്മൾ ആത്മാവിനെ മുങ്ങി കിടക്കുകയാണ്. പക്ഷെ എന്തായാലും ആത്മസന്തോഷം വന്ന് ചേർന്നിട്ടില്ല, എത്തിയിട്ടില്ല. പിന്നെ വേറെ ഇന്നൊരു കാര്യം, നിത്യാനിത്യ വസ്തു വിവേകം. അപ്പോ നിത്യമായത് ഏത്, അനിത്യമായത് ഏത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവേകം വേണമെന്നാണ് പറയുന്നത്. പക്ഷെ വേദത്തിലെ മറ്റൊരു ഭാഗം സകലവും ലളിതം ബ്രഹ്മ എന്ന് പറയുന്നു. ഇതിവിടെ എല്ലാം ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ വേദതിരിച്ച് ഇത് നിത്യമാണ്, മറ്റേത് അനിത്യമാണ്, അത് അറിയണം എന്നൊക്കെ പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഇപ്പൊ സകലം ലളിതം ബ്രഹ്മ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ബ്രഹ്മമായി പോയില്ല. പിന്നെന്താ വേദതിരിവ് അതില്? സ്വാമി ക്ഷമിക്കണം, അധിക പ്രസംഗം ആയെങ്കിൽ ഞാൻ എത്രയോ സന്തോഷം, ആത്മസന്തോഷം, സ്വയം സന്തോഷം കിട്ടാനൊക്കെ
എന്താണ് വഴി എന്നാണ് ഞാൻ തേടി നടക്കുന്നത്. തേടി നടക്കുന്ന സന്തോഷം കിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ തേടി നടക്കാൻ വേറെ എന്ത് ചെയ്യും നമ്മൾ? സന്തോഷത്തെ തേടി നടക്കണ്ട. വേറെ എന്തെങ്കിലും ഈ ഉടമ്പ് വന്നുപോയല്ലേ, ഉടമ്പുണ്ട് മനസ്സുണ്ട്, എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ ചെയ്യാനുള്ളത് സന്തോഷത്തെ തേടി നടക്കുന്നത് മാത്രമല്ലേ ചെയ്യേണ്ടത്. സന്തോഷം തേടി നടക്കേണ്ടെങ്കിൽ സന്തോഷം തേടി നടക്കുക, സന്തോഷം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ കുറച്ച് കഷ്ടമായിരിക്കും. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സന്തോഷം തേടി നടക്കുന്ന അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അയ്യോ, ഞാൻ 79 now. I have enjoyed everything. I just suffered a lot in my earlier days. And then this materialistic suffering and all over now. That actually affected. So I mean, what? ആദ്യം സന്തോഷം തേടി നടക്കുകയല്ലാതെ എന്താ ഞാൻ ചെയ്യുന്നത്? സന്തോഷം തേടി എത്ര നടന്നാലും സന്തോഷം കിട്ടില്ല. നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ അനുഭവം തന്നെയാണ്. സന്തോഷം തേടി എവിടെ പോയാലും നമുക്ക് കിട്ടുന്നതിൽ ആ കിട്ടിയത് കൊണ്ട് അതിനെ ബോധിച്ചു നമുക്ക് സന്തോഷിക്കില്ല. അപ്പൊ സന്തോഷം തേടി നടക്കേണ്ട, സന്തോഷത്തോടെ നടക്കും. അത് ചെയ്യാം. പക്ഷെ എനിക്കിപ്പോ സന്തോഷമില്ല, ധനിയുന്നേ. അതിനാണ് സാധന. സാധന എന്ന് പറയുന്നത് ശാസ്ത്രാനുസാരിയായി ജീവിക്കുന്നതിനാണ് സാധന. അപ്പൊ നമ്മുടെ അനുഭവത്തിലെ പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണാനുഭേദമായ വികൃതകൃതേന. ഞാൻ പലയിടത്തും പോയി സന്തോഷം അന്വേഷിച്ചുകൊണ്ട് നടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. താൽക്കാലികമായിട്ട് സുഖം കിട്ടി, സ്ഥിരമായിട്ട് കിട്ടി. അപ്പൊ ഇവിടെ ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ സ്വരൂപ സന്തോഷമാണ്. അതിൽ വിശ്വസിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കും. അത് എത്രമാത്രം നമ്മൾ ശ്രമിക്കുക, അതിന് സാധന. സാധന എന്ന് പറഞ്ഞാൽ വെറും മന്ത്രം ജപിക്കലല്ല സാധന. അത് മന്ത്രം ജപിച്ച് രാമ 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 എന്ന് ജപിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അതിലെ നമ്മുടെ അനുഭവം. അപ്പൊ ശാസ്ത്രത്തെ നമ്മൾ ആധാരമാക്കിയെടുത്ത് അതിൽ വിശ്വസിച്ച് അത് റിസ്ക് എടുക്കലാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ നിർത്തില്ല. അപ്പൊ ശാസ്ത്രം പറയും നിങ്ങളുടെ സ്വരൂപമാണെന്നതാണ്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സ്വരൂപിക്കുന്നു. അപ്പൊ നിങ്ങൾ സാധകനായി. ആ സാധനയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നെന്ത് വരുന്നു നോക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ഉയരങ്ങളിൽ നിന്ന് നോക്കണം. അല്ലെങ്കിൽ ആനയും കഴുതയും കുതിരയെല്ലാം ഒന്നാണെന്ന് പറയുന്നത് ഒരു സുഖമായിട്ട് ചെയ്യുന്നത് അല്ലേ? കാഴ്ച ബംഗ്ലാവിലെല്ലാം ആനയും കുതിരയൊക്കെ ഒരുമിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഐക്യമെല്ലാം ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ തലത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ആന കുതിരയല്ല, കുതിര പാമ്പല്ല, പാമ്പ് കഴുതയല്ല, ഞാൻ നിങ്ങളല്ല. ശാരീരികമായിട്ട് നമുക്ക് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അംഗീകരിക്കാൻ നോക്കിയില്ല ആ തലത്ത്. പക്ഷെ ഇതൊക്കെ മിഥ്യയാണ്, മാറുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് എല്ലാം ഒന്ന് എന്ന് മനസ്സിലാക്കുക. അനിയത് മനസ്സിലാവില്ല, എല്ലാം കണ്ടു തന്നെ വ്യത്യാസങ്ങളുണ്ട്. അതിനാണ് വിവേകം വേണ്ടത്, നിത്യാനിത്യത്തിൽ. അപ്പൊ നിത്യാനിത്യ വസ്തു വിവേകത്തിലൂടെ ഇതെല്ലാം അനിത്യമാണ്, മാറുന്നതാണ്, നിത്യമായുണ്ട്. ആ നിത്യദൃഷ്ടിയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കിതെല്ലാം ഒന്നിൻ്റെ വിസ്ഫൂർത്തിയാണ്, പ്രകടനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ശരീരം പല ശരീരങ്ങളുണ്ട്. ഇതെല്ലാം ആറ്റം കൊണ്ടുണ്ടാക്കിയതെന്ന് പറയില്ലേ? നിങ്ങളുടെ ശരീരവും ഈ മേശയുണ്ടാവാൻ ആറ്റങ്ങളുടെ പ്രത്യേക കോമ്പിനേഷനാണ്. ആ അറ്റമിക് ദൃഷ്ടിയിലേക്ക് പോകുമ്പോഴാണ് ഈ മേശയും നമ്മുടെ ശരീരമൊക്കെ ഒന്നെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് വ്യത്യാസമാണ്. മേശ വ്യത്യാസമാണ്, നമ്മുടെ ശരീരം വ്യത്യാസം. ആ ദൃഷ്ടി. അപ്പൊ ഈ മിഥ്യാജ്ഞാനത്തോടുകൂടി അതിനുപരിയായി സത്യ ദർശനത്തിൽ നോക്കുമ്പോഴാണ് ഇതെല്ലാം ഒന്നാണ് അല്ലേ മനസ്സിലാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്
ആനന്ദം അന്വേഷിച്ച് നടക്കാതിരിക്കുക. എത്ര നടന്നാലും നമുക്ക് കിട്ടില്ല. പരീക്ഷകളോ കണ്ടു ഉപനിഷത്ത് പറയുന്നുണ്ട്, ന ധ്രുവം മധുർവേഷിത പ്രാർത്ഥയന്തേ. ഈ മാറുന്നത് മാറാത്ത നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത് സർവം ഖലുവിധം ബ്രഹ്മ എന്ന് പറയുന്നത് ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ മമാത്മാഭൂതനാകന എന്നുള്ള ദൃഷ്ടിയിൽ വരണമെങ്കിൽ ആ ഉയർന്ന തലത്തിലേക്ക് എത്തണം. അത് ഈ സാധനയാണ് നമുക്ക് അനുഷ്ഠിക്കേണ്ടത്. എന്താണ് സാധന? സന്തോഷത്തോടുകൂടി ജീവിക്കുക. സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ഭോഗം. സന്തോഷത്തിന് കൂടി ജീവിക്കുന്ന സാധന. രണ്ടിനും ഒരു വിധത്തിലുള്ള മറുപടിയായി. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതം പോലും ദുഃഖമായിരുന്നു. ആ നിലയ്ക്ക് ആനന്ദമാണ് എൻ്റെ ആത്മസ്വരൂപം എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ഞാൻ വിശേഷിച്ചില്ലേ, ഭഗവാൻ ആനന്ദസ്വരൂപനായതുകൊണ്ട് ഈ ലോകജീവിത നാടകമാടുന്നു. ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ നിങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ധ്യാനം നിങ്ങളുടെ സ്വരൂപമാണ്. അപ്പോൾ മനസ്സിൻ്റെ ഈ തലത്തിൽ വരുന്ന എല്ലാ അനുഭവം എല്ലാം മനസ്സിലാണ്. ഈ ഭാഗ്യപ്രപഞ്ചവും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൃത്തികളാണ്. പതഞ്ജലിയാണ് 5 വൃത്തികളായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പം ആ വൃത്തികളെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ ഒരു 3 തലങ്ങൾ നമുക്ക് ഉണ്ട്: ബാഹ്യം, ആന്തരികം, പിന്നെ ആധ്യാത്മികം. ഈ ആധ്യാത്മിക തലത്തിൽ ഇരുന്നുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഈ ചലനങ്ങളെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ ശരീരം പ്രവർത്തിക്കും. അത് ചെയ്യുമ്പോഴും നാം ആത്മസ്വരൂപത്തിലിരിക്കാൻ കഴിയും. അപ്പം ശരീരത്തെ പ്രവർത്തിക്കാതിരിക്കുന്ന കൊണ്ടുള്ള ഒരവസ്ഥയിലാണ് ഉദ്ദേശിക്കുന്നത്. ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പശ്യൻ, ശൃണ്ണൻ, സ്പൃശൻ, ചിത്രൻ, അശ്വൻ, ശ്വപൻ, ഉന്മിഷൻ, നിമിഷൻ നബി അഹം ന കർമ്മ കരോമി നിമന്യേത് തത്വവിത്. ഇതെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ലാന്ന് പറയും. കാണുന്നു, കേൾക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വഴക്കടിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഞാനും ചെയ്തു. ആ ഒരവസ്ഥയാണ് പശ്യൻ, ശൃണ്ണൻ, സ്പൃശൻ, ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ അസഞ്ജതേ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നാം പറയുകയാണെങ്കിൽ എല്ലാം നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയും. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയാണ്. അപ്പോൾ ഇതൊരു സാധനയാണ്. ഇവിടെ എന്താ വരുന്നത് നമ്മുടെ ഒരു സന്തോഷത്തോടെ. ഇപ്പം മകൻ മരിച്ചു, ഭാര്യ വിട്ടു. അപ്പോൾ ഒരു കഥ പറയും. ഒരാള് സ്വാമിയുടെ അടുത്ത് പോയി, സ്വാമി വലിയ വഴക്കാണ് വീട്ടിലൊക്കെ, ഒരു സമാധാനമാണ് എനിക്ക്. അപ്പോൾ സ്വാമി പറഞ്ഞ് മന്ത്രം ചൊല്ലി. മന്ത്രം ഉപദേശിച്ചു, ആരോടും പറയരുത്. അപ്പം അദ്ദേഹം പിന്നെ വീട്ടിൽ വന്നിട്ട് കാലത്തിനിട്ട് മന്ത്രജപമാണ് സമാധാനത്തിന് വേണ്ടി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്കൊരു സംശയം, ഇതെന്താ പുതിയൊരു വിദ്യ. 10 ദിവസം അവർക്ക് വിചാരിച്ചു, 2 ദിവസം ഇത് ചെയ്യും, പിന്നെ നിർത്തുമെന്ന് വിചാരിച്ചു. ഇത് നിർത്തുന്നില്ല. ഒരു കാലത്ത് ഭാര്യ ഒന്ന് വിളിച്ചോണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പം ഞാനൊരു മന്ത്രം കിട്ടുകയാണ്. എന്തിനാണത്? സമാധാനത്തിന് വേണ്ടിയിട്ട്. എനിക്ക് സമാധാനം വേണം, എന്നോട് മന്ത്രം പറയാം. വിദ്യം പറഞ്ഞ അയ്യോ എൻ്റെ ഗുരു പറഞ്ഞ ആരോട് പറയരുന്നു. അപ്പം ഭാര്യയ്ക്ക് കൂടുതൽ ദേഷ്യമായി. ആരോട് പറയുന്നു ഞാൻ. പിന്നെ അവർ സഹിക്കില്ല. എന്തോ ഒരു സൂത്രമുണ്ട് അതിന്. അത് പറയണം. ഇദ്ദേഹം പറയില്ല. ഇവർ ദേഷ്യപ്പെട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുത്ത് ഒരു ടാക്സി വിളിച്ചു. ടാക്സിയിൽ കയറി. അങ്ങനെ ടാക്സി. അപ്പം ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പോവുക. അപ്പോൾ പറഞ്ഞു, മന്ത്രം വലിച്ചപ്പോൾ സമാധാനമാക്കി നിർത്തി. വലിച്ചിട്ടില്ല. അവരവിടെ പോയി ടെലിഫോൺ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞു, എന്നെ വിളിച്ചോണ്ട് വരാൻ മന്ത്രം വലിച്ചിട്ടില്ല. അതുകൊണ്ട് ശരിക്ക് സമാധാനം വേണമെങ്കിൽ
ഇത് മാത്രമേ ജ്ഞാനാദേവത്ത് കൈവല്യം. ഇത് പറയാനാണ് നമ്മൾ ഈ സ്ഥാപനം. മറ്റൊരിടത്ത് പോയിക്കാൻ ഞങ്ങൾക്ക് പല സൂത്രവിദ്യകളും പറഞ്ഞു. അത് ചെയ്യോ, ഇത് ചെയ്യോ, ഇത് ധരിക്കൂ, അവിടെ പോയി കുളിക്കൂ എന്നൊക്കെ പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഇത് മാത്രമേ വഴിയുള്ളൂ. വെള്ളമൊക്കെ പോയിട്ട് വരുള്ളൂ. അതെല്ലാം പരിശ്രമിച്ച് വരാൻ അവസാനം പരീക്ഷലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണ നിർവേദമായ നാത്യകൃതകൃതേന. നാം അന്വേഷിക്കുന്നത് കർമ്മം കൊണ്ട് നേടാവുന്നതല്ല. അതുകൊണ്ട് തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാധികരിച്ചു സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. ഇന്നെന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? സ്വാമിജി, ഉപാധിയാണ് പഞ്ചഭൂതങ്ങളുണ്ടായി വായു, ആകാശം, നിർഗുണം, പിന്നെ ത്രിഗുണം ആത്മാവിന്റെ വൃത്തിയിൽ നിന്നുണ്ടായി. അത് നിർഗുണമായ ഒന്നിൽ നിന്ന് എങ്ങനെ ഇത് ഉണ്ടാകാൻ സാധിക്കും? അതുകൊണ്ടാണ് പറയുന്നത് ഈ നിർഗുണമായ ഒന്ന് ഇത് ഉണ്ടായി എന്ന് പറയുന്നതിന് വിവർത്തം എന്ന് പറയും. പല രീതിയിലും സംഗതികളുണ്ടാകാം. ഒന്ന് നിർഗുണമായ ഒന്ന് സഗുണത്തെ സൃഷ്ടിച്ചു എന്ന് പറയാം. മറ്റൊന്ന് നിർഗുണമായ ഒന്ന് സഗുണമായി തീർന്നു എന്ന് പറയാം. ഇവിടെ നിർഗുണമായ ഒന്ന് സ്വയം മാറാതെ ഇതെല്ലാം തീർന്നു ഞാൻ പറഞ്ഞില്ലേ. ആ നിർഗുണാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. നിർഗുണാവസ്ഥയ്ക്ക് മാറ്റം വരാതെ ഇതെല്ലാമായി തീർന്നിരിക്കുകയാണ് ചെയ്യും. അതിന് ഉദാഹരണം പറഞ്ഞു, അമിതാഭ് ബച്ചൻ കൂലിയായി തീർന്നു. നിർഗുണത്വമൊന്നും സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാതെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അസംഭവം ഒന്നും സംഭവിച്ചിരിക്കുകയാണ്. അപ്പം അതെങ്ങനെ സംഭവിച്ചാൽ യുക്തിക്ക് നിരക്കാത്തതാണ്. യുക്തിയെ നിരക്കില്ല, ശാസ്ത്രം പറയുന്നു. അപ്പം ശാസ്ത്രം പറയുന്നത് സ്വസ്വരൂപം അപരിത്യജ്യ രൂപാന്തരാപത്തി. നിർഗുണത്തിൻ്റെ സ്വരൂപം മാറിയിട്ടില്ല. അത് മാറാതെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പം അഭിനയിക്കുമ്പോൾ മാറ്റം വന്നിട്ടില്ല. ഞാനൊരു രാവണ രൂപം ഒരു നാടകത്തിൽ രാവണനായിട്ട് അഭിനയിക്കുന്നു. എൻ്റെ പേര് രാമൻ എന്നാണ്, രാമസ്വാമി എന്ന് എൻ്റെ പേര്. ഞാൻ നാടകത്തിലെ രാവണനായിട്ട്. അപ്പം ഞാൻ നിങ്ങളുടെ മകനാണെന്ന്, ഞാൻ രാവണൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുക. നിങ്ങളിത് കാണാൻ വന്നിരിക്കുക, അച്ഛൻ കാണാൻ വന്നിരിക്കുക, മകൻ്റെ അഭിനയം കാണാൻ. അപ്പോൾ രാവണൻ 10 തലയും 20 കൈയുമായിട്ട് ഈ സ്റ്റേജിലേക്ക് അവതരിക്കുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നത്? എൻ്റെ മകനാണ് അല്ലേ? അതേ രാവണനായിട്ട് തീർന്നിട്ടില്ല. ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് വരണം. അപ്പം നിർഗുണം സഗുണമായിട്ടില്ല, അതൊരു അഭിനയമാണ്. അതാണ് ഭഗവാനെ നട്ടവരലായി നമ്മൾ വിളിക്കുന്നത്. വലിയ അഭിനേതാവാണ്. അപ്പം അതിന് ശാസ്ത്രം പറയുന്നത് സ്വസ്വരൂപം അപരിത്യജ്യ, നിർഗുണത്തിൻ്റെ ഭാവം നഷ്ടപ്പെടാതെ അതിതെല്ലാം അതുകൊണ്ടാണ് ഇതെല്ലാം നശ്വരമാണെന്ന് നമ്മൾ പറയുന്നത്. സ്ഥായിയായിട്ട് അത് മാറിയിട്ടില്ല. അതൊരു ഒരു ആഭാസം മാത്രമാണ്. ഇപ്പോൾ മരുഭൂമിയിലൊക്കെ നമ്മൾ വെള്ളം കാണുന്നില്ലേ? വെള്ളം ഉണ്ടോ അവിടെ? ഇല്ല. ഇല്ലാത്ത വെള്ളം നമ്മൾ മരുഭൂമിയിൽ കാണുന്നു. ദാഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ഉണ്ടെന്ന്. അപ്പം അത്തരത്തിലുള്ള ഒരു അത്ഭുതമാണ്. മഹാത്ഭുതാനിർവചനീയ രൂപമാണ്. വലിയ അത്ഭുതം. നമുക്കിങ്ങനെ വായ പൊളിച്ച് നിൽക്കാനേ പറ്റില്ല. ബുദ്ധി കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധിക്ക് അതീതമായിരുന്നു. അപ്പം ഇതിൻ്റെ ശരിയായിട്ടുള്ള അനുഭവം എന്താണ്? അത്ഭുതമാണ്. നിൽക്കാനേ പറ്റില്ല. മൗനമാണ്, അത്ഭുതമാണ്. അതാണ് നമ്മുടെ അനുഭവം. ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴും പ്രപഞ്ചത്തിന് അധികം ഈശ്വരനെ കുറിച്ച് ധ്യാനിക്കുമ്പോഴും നമ്മുടെ ഭാവം എന്താണ്? മൗനമായിട്ടിരിക്കുന്നത്.
അപ്പൊ യുക്തി കൊണ്ട് നിങ്ങൾ ചോദിച്ചത് ശരിയാണ്. നിർഗുണമായിട്ടില്ല എങ്ങനെ സഗുണമായിട്ട് തരാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് തരുന്നത്? അതൊരു ആഭാസമാണ്, തോന്നലാണ്, സ്വയം മാറാതെ എല്ലാം ആയിത്തീരുന്നത്. അപ്പൊ നിർഗുണമായതുകൊണ്ട് ഏത് ഗുണത്തെയും സ്വീകരിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എല്ലാത്തിനെയും പൊന്തിച്ചു പിടിക്കുന്നു, പക്ഷെ ഒന്നും അതിനെ ബാധിക്കുന്നില്ല. നമ്മുടെ ബോധം അത് തന്നെയാണ്. ഈ ബോധത്തിലാണ് ചിന്തകൾ പൊന്തി മറിയുന്നത്, അല്ലേ? എല്ലാ ചിന്തകളും എല്ലാ ഭാവങ്ങളും ബോധത്തിലാണ്. പക്ഷെ അത് ഈ വിളക്ക് നേടിയാണ്. ഈ വിളക്കിൽ എല്ലാം കൂടെ സംഭവിക്കുന്നു. ചിലർ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു, ചിലർ ഉറങ്ങുന്നു, ചിലർ വേറെന്തോ ചിന്തിക്കുന്നു. ഇതെല്ലാം ഈ വിളക്ക് പ്രകാശിപ്പിക്കുന്നു, പക്ഷെ അതിനൊന്നും ബാധിക്കുന്നില്ല. അതാണ്. അല്ലെങ്കിൽ സമുദ്രത്തിൽ അലകളുണ്ടാകുന്നു, അത് ജലത്തെ ബാധിക്കുന്നില്ല. ജലം എസ്റ്റുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് മഞ്ഞായിട്ട് വരാം, വെള്ളമായിട്ട് വരാം, ആവിയായിട്ട് വരാം. ജലത്തിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇതൊരു വിഭ്രാന്തിയാണിത്, ഒരു വിഭ്രാന്തിയാണ്. അതെവിടെയാണ് ഈ വിഭ്രാന്തിയുടെ സ്ഥാനം എന്ന് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യങ്ങളാണ് അതിൻ്റെ സ്ഥാനം, ബ്രഹ്മത്തിലാണ് സ്ഥാനം. ഈ അജ്ഞാനത്തിൻ്റെ സ്ഥാനം എവിടെ? മനുഷ്യങ്ങളാണ്. മനുഷ്യൻ മാത്രമേ ഇത് കാണുന്നുള്ളൂ, ഈ മറ്റുള്ളവർക്കുണ്ടോ? ഇത് ചർച്ചയ്ക്കുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു വിഭ്രാന്തിയാണ്, അഭ്രവിഭ്രമം എന്ന് പറയില്ല, അതാണ്. ശരി. ഇനി വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരിയോ?